അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ ആകുലതകൾ, നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ.
അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട്, സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ നല്ല റിസൾട്ടുകൾ നിനക്ക് വരാൻ ഈ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവേ, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. അവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ച് പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ, എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പുറതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരം നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരനെ നീക്കുവാമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. അതായത് ഈ ഇന്ത്യൻ ആത്മീയ മീമാംസകളിലെ ചില ന്യായങ്ങളുണ്ട്. ന്യായം എന്ന് വെച്ചാൽ മെത്തേഡ്, രീതികൾ. ഇപ്പോൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ചു വരുന്ന രീതികൾ. ഇപ്പോൾ ഇപ്പോൾ അതിനൊരു രീതിയാണ് മർക്കടൻ ന്യായം. നിങ്ങൾ കേട്ട് കാണാം. മർക്കടൻ ന്യായം എന്ന് വെച്ചാൽ പിന്നെ ഒരു മാർജാര ന്യായം എന്ന് വെച്ചാൽ, മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങ് കുഞ്ഞിനെ ഉയർന്ന കമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? എടുത്ത് മുതുകത്ത് വെക്കും, അല്ലേ? എടുത്ത് മുതുകത്ത് വെച്ചിട്ട് കുരങ്ങ് ഇങ്ങനെ കുതികാലിൽ ചാടി മുകളിലത്തെ കൊമ്പിൽ പോയിരിക്കും. അപ്പോൾ കുഞ്ഞ് മുതുകത്ത് അള്ളിപ്പിടിച്ചിരുന്നാലേ ഈ തള്ളക്കുരങ്ങൻ്റെ ഒപ്പം അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അള്ളിപ്പിടിച്ചിരുന്നില്ലെങ്കിൽ കുഞ്ഞ് തെറിച്ചു പോകും. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ഉണ്ട്. ഇനി പൂച്ച എങ്ങനെ ചെയ്യണം? മാർജാര ന്യായം എന്താണ്? മാർജാര ന്യായത്തിൽ ഇപ്പോൾ പൂച്ച അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മച്ചും പുറത്തേക്ക് പോണത് മുതുകത്ത് ഇരുത്തിയല്ല, മറിച്ച് എങ്ങനെയാണ്? കടിച്ചുകൊണ്ടാണ് പോണത്. അപ്പോൾ അവിടെ കൊച്ചിനൊന്നും ചെയ്യാനില്ല, അമ്മയാണ് എല്ലാം ചെയ്യണത്, അല്ലേ? തള്ളപ്പൂച്ചയാണ് കടിക്കണേ. ഇതിനെ മാർജാര ന്യായം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ ആത്മീയത വളരുന്നതിന് 2 ന്യായങ്ങൾ ഉപയോഗിക്കാം. കുരങ്ങിനെ പോലെ നമ്മൾ ദൈവത്തെ പിടിവിടാതെ വിശുദ്ധിയോടെ പരസ്പര പ്രവർത്തനങ്ങളോടെ ദൈവത്തിൽ അള്ളിപ്പിടിച്ചിരിക്കും, ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. മറ്റത് നമ്മളൊന്നും ചെയ്യത്തില്ല, അവിടെ നമുക്ക് റോളില്ല. ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കഴിവിന് വലിയ അർത്ഥമില്ല. ദൈവം തന്നെ നമ്മളെ സഹായിക്കണം. ദൈവം തന്നെ, തള്ളപ്പൂച്ച തന്നെ കുഞ്ഞിനെ കടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതുപോലെ അവിടെ ദൈവത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ നമ്മളിതിൽ ഇപ്പോൾ ചില വചനങ്ങളൊക്കെ ദൈവത്തിൻ്റെ മാത്രം ഈ മാർജാര ന്യായത്തിൽ ചെയ്തിരിക്കുന്ന കുറേ വചനങ്ങളുണ്ട്. ബൈബിളിലുണ്ടത്. ജെറമിയ 29:14 എടുത്തേ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇവിടെയാണ് മാർജാര ന്യായമാണത്. അതായത് ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് പറയണത്, അല്ലേ? അപ്പം നമ്മൾ ദൈവത്തെ ആഗ്രഹിച്ചാൽ ചില നമുക്ക്
കണ്ടെത്താൻ ഒരു ടൈം കഴിഞ്ഞാലേ അത് ആത്മീയത വളർച്ചയുടെ ഒരു ഉയർന്ന ഘട്ടങ്ങളിൽ വരണമെന്നാണ് തോന്നുന്നത്. അതായത് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തും. ഇപ്പോൾ എബ്രഹാത്തിനൊക്കെ അങ്ങനെയല്ല ചെയ്തത്. എബ്രഹാത്തിന് ദൈവത്തെക്കുറിച്ച് വലിയ കൺസെപ്റ്റില്ലായിരുന്നില്ല. അപ്പം ആത്മീയതയുടെ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും മാർജാറിയായമാണ് ആപ്ലിക്കേഷൻ വരണത്. ആദ്യഘട്ടത്തിൽ എബ്രഹാത്തിന് അറിയത്തില്ല, ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോഴാണ് എബ്രഹാത്തിന് ദൈവത്തെ മനസ്സിലായത്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം. എബ്രഹാത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ഈ മ്ലേച്ഛമായ ജീവിത രീതിയൊക്കെ ഏത് കാരണം. എബ്രഹാത്തിന് ഇതല്ല ജീവിതം എന്നുള്ള ഒരു ഇതിനേക്കാൾ സത്യസന്ധമായ ജീവിതത്തിൻ്റെ തീരത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം പറയണത്, നിൻ്റെ മനസ്സിൽ ആഗ്രഹം പോലെ ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരാം, അവിടെ നീ പെരുകും, എൻ്റെ വചനമനുസരിച്ച് നിനക്ക് അവിടെ ജീവിക്കാം, അതാണ് നിൻ്റെ വാഗ്ദാന നാട് എന്നൊക്കെ പറയണത്. അത് ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണതാണ്. അതുപോലെ ഈ പാപത്തിൻ്റെ കാര്യവും ഇങ്ങനെയാണ്. നമ്മളീ പാപത്തിന് അയ്യോ ദൈവമേ ഞാൻ പാപിയാണല്ലോ എന്നെ സഹായിക്കണേ, ഞാൻ ഇടയ്ക്കൊക്കെ പാപത്ത് വീഴുന്നുണ്ടല്ലോ, എന്നെ ആര് രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ അന്തരംഗത്തിൽ പ്രാർത്ഥനയില്ലേ, ആര് രക്ഷിക്കുമെന്ന്. റോമ 7:24 ഞാൻ ദുർഭകനായ മനുഷ്യൻ, അതെ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും. അതാണ് അത്. ഉള്ളിൽ നമുക്ക് പാപകരമായ അവസ്ഥയിൽ നിന്ന് ആരും മോചിപ്പിക്കും എന്ന് നമുക്കൊരു അന്തരാത്മാവിൽ ഒരു ആഗ്രഹം ഉണ്ടായാൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ സഹായിക്കുക വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 103:12 എടുത്തേ. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. അതാണ് വിഷയം. പാപങ്ങൾ ഇപ്പം ഞാൻ പാപത്തിലാണല്ലോ, പാപജീവിതത്തിൽ അകപ്പെടി, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പാപികളാണല്ലോ. ഇപ്പം നീ ചെന്ന് കല്യാണം കഴിച്ച് ചെന്നൊക്കെ വീട് ഞായറാഴ്ച കുർബാന പോലും ഇല്ലാത്ത വീടായിരിക്കും. അവർക്ക് കുടുംബപ്രാർത്ഥനയൊക്കെ അത് ഷെയിമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെക്കൊണ്ട് പോലും അവർ ചെയ്യിക്കരുത്, ആക്ഷേപിക്കും. പള്ളിപ്പോയി ഞങ്ങൾ പാപികളെന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും. ഇവനൊക്കെ പൊഴുത്ത് പട്ടി ചാകനൊക്കെ കഷ്ടമായിട്ട് ഞാൻ ചാകത്തുള്ളൂ, അപ്പോൾ നിങ്ങളോട് അച്ഛൻ ശപിക്കുക. അങ്ങനെയല്ല, എനിക്ക് 40 വർഷത്തെ ഇടവക ജീവിതവും ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റീസ് കണ്ടിട്ടുണ്ട്. അവർ ഇതുപോലെ നല്ല തണ്ടും തണിയും പാർട്ടിയും പൊന്നും പണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ദൈവത്തെ തള്ളിപ്പറയും. അതിൽ അവൻ്റെയൊക്കെ കുറ്റബോധം മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കും. പക്ഷേ ഇവനൊക്കെ അവസാനം ചെന്ന് ചാടണ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഞാൻ തന്നെ പെട്ടിലെടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ ഓരോരോ പള്ളി ചെല്ലുമ്പോഴും ഓരോ ഇടവക ചെല്ലുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഓരോ ആൾക്കാരുടെ പലതരം ആൾക്കാർ, എല്ലാവരും നല്ലവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്, ദൈവത്തിന് എതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും നമ്മളവിടെ ചെല്ലുമ്പോൾ ദൈവം ഈ നരകത്തെ എങ്ങനെ ജീവിക്കുന്നതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴും ഈ ഒരു പ്രൊവിഷൻ കൊടുക്കണം. എന്താണ്? ഈ പാപകരമായ കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എന്തുമാത്രം അകന്നിരിക്കുന്നു, അതുപോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. ദൈവം അകറ്റി നിർത്തിയെന്ന്. ഇപ്പം നമ്മൾ അകറ്റി നിർത്താൻ ചില സമയത്ത് നമുക്ക് പറ്റാത്ത രീതിയിൽ നമുക്ക് ബലഹീനമായി പോയാലും നിനക്ക് ദൈവത്തിന് ഒരു ആശ്രയം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ, ഇപ്പം ഞാൻ തന്നെ ഓർക്കും ഈ പള്ളി കുർബാനയ്ക്ക് എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ശരിക്കും പറഞ്ഞാൽ വലിയ പിഴ എന്ന് അങ്ങനെ എല്ലാവരും അടിക്കാൻ അവർക്ക് വലിയ പാപം ചെയ്തവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് പ്രാർത്ഥനയുടെ രീതിയിൽ ചെയ്യണതാണ്. പക്ഷേ എന്തോ വലിയ പിഴ ചെയ്യാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നീ കൃപയിലാണ്, കർത്താവിൻ്റെ സന്ധിപ്പിലാണെന്ന് ഓർക്കണം. വലിയ പിഴയൊന്നും ഇല്ലല്ലോ നിനക്ക്. അതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റി ദൈവത്തോട് പറയണ, കർത്താവ് ഞാൻ എൻ്റെ എല്ലാവരും അഴിമതിയും അനീതിയും എൻ്റെ പങ്ക് പറ്റി ഞാനവിടെ എതിരെ കാശ് മേടിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഞാനവിടെ നോട്ടപ്പുള്ളിയാകും. എനിക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദൈവത്തോട് പറയണം. കാര്യം ഓരോരോ സ്ഥലത്തൊക്കെ ഓഫീസിലൊക്കെ വരുന്നവരെ അവർ വൈകുന്നേരം വരുമ്പോൾ അവിടെ വലിപ്പിൽ 10, 500, 5000 രൂപയൊക്കെ കിടക്കും. അത് പങ്കിട്ടെടുക്കണം. അഴിമതി നടത്തിയതിനും അതിൻ്റെ പേര് പങ്കിട്ടെടുക്കണം. എല്ലാ ഓഫീസൊന്നും ഇല്ല, ഞാൻ പണ്ടത്തെ കാര്യമാണ് പറയണത്. പക്ഷേ എന്നാലും നമ്മൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടാ? ആളുക പരപീഡയല്ലേ ഇത് എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ കണ്ണിനോട് പ്രാർത്ഥിച്ചാൽ ആ സിറ്റുവേഷൻ നമ്മൾ ദൈവം മാറ്റും. പക്ഷെ നമ്മൾ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കണം.
കാര്യം ദൈവം മാറ്റും എന്നുള്ളതാണ് ഈ സങ്കീർത്തനം 3:12 ഞാനും അനേകം മക്കളുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:18 ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഉദ്ദേശിക്കത്തേ ഉള്ളു, ഈ അനുതാപം, പാപം പോലും നമ്മളിന്ന് മാറ്റണമെന്ന് ദൈവത്തിന് റോളുണ്ട്. അതൊരു മാർജാരന്യായമാണ്. അതുപോലെ അനുതാപം നൽകുന്നതിന് ദൈവത്തിന് റോളുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് മാറാതെ സത്യം ആഗ്രഹിച്ചാൽ എപ്പോഴായാലും നമ്മളെ ദൈവം സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും. എൻ്റെ പേര് ബിനോ എന്നാണ്. ഞാൻ കോട്ടയം ജില്ല പാലായിൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇതെൻ്റെ ഭാര്യയാണ്. ഞാൻ ഈ കൃപാസനത്തിൽ 2024 വന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിവാഹം എല്ലാം ശരിയായി. നേരത്തെ 24-ാമത്തെ വയസ്സിൽ വിവാഹം ആലോചന തുടങ്ങിയതാണ്. പല ആലോചന വന്നിട്ട് ഒന്നും ശരിയായില്ല. എന്നാൽ പിന്നെ ഈ വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 54-ാമത്തെ വയസ്സിലാണ് ഈ വിവാഹം നടക്കുന്നത്. പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ മദ്യത്തോടും പുകവലിയോടും എല്ലാം ഭയങ്കര ആസക്തിയിൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ്. മദ്യത്തിൽ ഞാൻ പല ചികിത്സയ്ക്കും പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്. അത് വീട്ടുകാർ ആണ് കൊണ്ട് ചികിത്സയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ. അപ്പോൾ മദ്യപാനം മൂലം വീടുകളിൽ പല പ്രശ്നങ്ങളും എല്ലാ വിഷയങ്ങളും ഉണ്ടായിരുന്നു. സഹോദരങ്ങളായിട്ട് പിണക്കങ്ങളും വഴക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല വിഷയങ്ങളായി ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒരു മേൽഗതിയിലായിട്ട് ഒരു ജീവിതമായിരുന്നു 10-30 വർഷക്കാലം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ കാര്യങ്ങൾക്കും അമ്മ നല്ലൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നു. സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലായിരുന്നു. പിണക്കങ്ങളെല്ലാം രമ്യതയിലായി. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബത്തിൽ ഓരോരോ വിഷയങ്ങളായിട്ട് വസ്തു സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പല വിഷയങ്ങളായിട്ട് സഹോദരങ്ങളായിട്ടും ഒത്തിരി പിണക്കങ്ങളും, എല്ലാവർക്കും മുതലിനോടും എല്ലാം താല്പര്യം. അതുകൊണ്ട് വീട്ടുകാർക്ക് പോലും ഒരു വിവാഹത്തിന് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് 24 ഉടമ്പടിയൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞ് ഇത് എൻ്റെ പേരപ്പൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു. മകൻ മരിച്ചുപോയി കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നപ്പോൾ ഞാനായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഒക്കെ പോയപ്പോൾ ആശുപത്രിയിൽ പോയി ചികിത്സ കാര്യങ്ങളായിട്ട് നിന്നുകൊണ്ടിരുന്നത്. അന്നേരം പുള്ളിക്കാരത്തി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയായിട്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ വിവാഹത്തെ പറ്റി ആലോചിച്ചു. പുള്ളിക്കാരത്തി പറഞ്ഞു ആലോചിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടുകാർക്കൊന്നും സമ്മതമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നീ ഇങ്ങനെ നടന്നപ്പോൾ ഒരു വിവാഹ ജീവിതം വേണോടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ എല്ലാം കൂടെ ആലോചിച്ച് പാലാ ബിഷപ്പിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരമാണ് ഞാൻ ഈ വിവാഹം നടത്തുന്നത്. വീട്ടുകാർക്കൊന്നും എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വിവാഹത്തോട്. എന്നുവെച്ചാൽ എല്ലാവർക്കും മുതലും ആണല്ലോ. പക്ഷേ അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കുവാണെങ്കിൽ ബാക്കി സഹോദരങ്ങൾക്കും എല്ലാം മുതലോട് അത്യാഗ്രഹം കൊണ്ട് ഉള്ള രീതിയിലായിരുന്നു അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം വിവാഹങ്ങളെല്ലാം നടന്നു. ഇപ്പം കൃപാസനത്തിൽ വന്ന് ഇപ്പം 2ാമത്തെ പ്രാവശ്യം പുതുക്കാനാണ് വന്ന് അപ്പോൾ 1.5 വർഷമായിട്ടും സാക്ഷ്യം പറയാൻ ഇതുവരെ ഒത്തില്ല. ഈ പ്രാവശ്യമാണ് കയറി സാക്ഷ്യം പറയുന്നത്. ഇതെല്ലാം നടത്തി തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇനി വീണ്ടും ഈ കൃപാസനത്തിൽ വന്ന് എല്ലാ പ്രവൃത്തികളും നന്മ പ്രവൃത്തികളും ചെയ്യും. പിന്നെ പേഴ്സണലിയായിട്ട് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പേപ്പർ വെച്ചാൽ പുള്ളിക്കാരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പരിപാടി. എൻ്റെ പേര് ഗ്രേസി എന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞ് ഈ സെപ്റ്റംബർ 23-ാം തീയതി വരുമ്പോൾ 2 വർഷമാകും. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു.
അപ്പോഴീ വിവാഹം ആലോചിച്ചപ്പോഴൊക്കെ വീട്ടുകാർക്കും പിന്നെ എനിക്കും തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അമ്മ മാതാവിന് ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടത്തി തരാൻ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ വിവാഹം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ വളരെ ഭംഗിയായിട്ട് നടന്നു. ഡാഡിയും മമ്മിയും ബാക്കി സഹോദരങ്ങളും എല്ലാം വലിയ താല്പര്യത്തോടെ ഈ വിവാഹത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. 2 വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം തീർന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഓരോ പ്രാവശ്യവും ഞങ്ങൾ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരിപ്പോൾ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ കാണുകയും അവരെ കാണുകയും ചെയ്യുന്നു. അത് ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രം ഫലമാണ്. അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാനേ സാധ്യതയില്ല. ഞാനിനി ഒരു വിവാഹം കഴിക്കണം, ഹസ്ബൻഡ് മരിച്ചുപോയി, ഞാൻ കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടേ ഇല്ലായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ മാത്രം അതെനിക്ക് പറയാൻ സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ രോഗങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നല്ല കുറവ് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അമ്മ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ചെറിയ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അടുത്ത് വന്നൊരു വീട് എടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പം ബ്രോക്കർ പറഞ്ഞു 5000 രൂപ ഞങ്ങൾക്ക് തരണം, വീടെടുത്ത് തരുവാണെങ്കിൽ വാടക കൊടുക്കുന്ന പൈസ തന്നെ തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ അങ്ങനെ കൊടുക്കാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് ചോദിച്ചപ്പോൾ തന്നെ ആ വീടിൻ്റെ ഉടമസ്ഥനെ ഞങ്ങളെ കാണിച്ച് തന്നു, ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ആ മനുഷ്യന് ഞങ്ങൾക്ക് അമ്മ മാതാവ് പറഞ്ഞു തന്നു, ഈ മനുഷ്യൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബ്രോക്കറൊന്നും വേണ്ട, നേരിട്ട് വീട് എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ നേരിട്ട് വീട് തൊട്ടടുത്ത് 5 മിനിറ്റ് നടന്നാൽ മതി. എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടത്തുകയും പ്രാർത്ഥിക്കുകയും ഗ്രോട്ടയിൽ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാനും അമ്മ മാതാവ് അനുവദിച്ചിട്ടുണ്ട്. വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ സ്നേഹമന്ദിരത്തിൽ പോയി ഞാൻ അവരുടെ തുണികൾ കഴുകി കൊടുക്കുകയും പിന്നെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും പൈസ കൊടുക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 പ്രായമുള്ള വിധവകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറേ കാലമായിട്ട് സ്ഥിരം ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം സന്തോഷത്തോടെ അവർക്ക് സേവനം ചെയ്യുവാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ബാക്കി എല്ലാ സ്നേഹത്തോടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടുതൽ സ്നേഹത്തോടെ ഈ വിധവകളോട് എല്ലാം നല്ല ഇതായിട്ട് പെരുമാറി അവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമാണ്. പിന്നെ കൊച്ചുനാളിൽ തൊട്ട് 5 വയസ്സിൽ തൊട്ട് കഷ്ടപ്പെട്ട് ഒത്തിരി അധ്വാനിച്ചാണ് ഹസ്ബൻഡ്. അപ്പോൾ ആര് വന്നാലും എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തേക്കാം, എനിക്കതിന് പ്രതിഫലമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ഈ കാര്യത്തിലും പിന്നെ എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായി മരിച്ചു പോയത് അവർ പെങ്കൊച്ച്. അപ്പോൾ തന്നെ ആവുമല്ലോ, ഒരു വിധവയാവുമല്ലോ, എൻ്റെ ഒരു അച്ഛൻ്റെ ഭാര്യയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് താല്പര്യമെടുത്ത് ഈ വിവാഹം നടത്തിയത്. അങ്ങനെ ഞങ്ങൾ ഈ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ടായപ്പോഴും ചിലപ്പോൾ വേർപെട്ട് മാറിപ്പോയേക്കാവുന്ന വരെ വന്നിട്ടാണ്. അപ്പോഴും വേഗം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന എടുത്ത് ചെല്ലും. ഞാൻ ഏത് കാര്യത്തിനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് ചെല്ലിക്കഴിയുമ്പോൾ ഹസ്ബൻഡ് ഇച്ചിരി താമസിച്ചാലും ഞാൻ തന്നെ വീട്ടിലുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ അറിയാം. അതിരുന്ന് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞു. അതെനിക്ക് ഈ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എനിക്ക് വേറെ ഒന്നിനോടും താല്പര്യമില്ല. ഈ ആലയത്തിൽ വരുന്ന പ്രാർത്ഥിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും താല്പര്യമുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്കുള്ള നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു, അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ള മുറിവുകൾ വെച്ച് കെട്ടി കൊടുക്കുന്നതിനും ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ആ ജോലി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന പിന്നെ 25 വർഷക്കാലം കല്യാണം നടക്കാതിരുന്നിട്ട് പല പെണ്ണുങ്ങളെ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടെ ആലോചിച്ചിട്ടും പോലും നടന്നിട്ടില്ല. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് അമ്മ മാതാവ് നടത്തി തന്നതിന് ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വീണ്ടും സാക്ഷ്യങ്ങൾ പറയാൻ
ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ അമ്മ മാതാവ് നടത്തി തരുമെന്ന് മനസ്സിൽ ഞങ്ങൾക്കുണ്ട്. അത് നടന്നു കഴിയുമ്പോൾ സാക്ഷ്യപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സാക്ഷ്യം നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, അമ്മ മാതാവിന് 1000 നന്ദി. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ഉടമ്പടി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു വിളിയാണ്. ശരത്കാല വൃഷ്ടി ദൈവത്തിൻ്റെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഉടമ്പടിയിലൂടെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള ആ വഴി തുറന്നു തരുമ്പോൾ ഉടമ്പടി മക്കൾ നിബന്ധനകളനുസരിച്ച് ഉടമ്പടി ജീവിതം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരണ്ട ഭൂമിയെ അനുഗ്രഹത്തിൻ്റെ ഒരു നിലമാക്കി മാറ്റുകയാണ് ഈശോയും അമ്മയും കൂടി. ഒരുപക്ഷേ നമ്മൾ പലരും വരണ്ട ദിനങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാവാം. ജോലിയില്ലായ്മയും വിവാഹം നിശ്ചയിച്ചിട്ടും നടക്കാത്തവരും വിവാഹത്തിന് പാർട്ട്ണറെ കിട്ടാത്തവരും നിരാശപ്പെട്ട് ഡൈവോഴ്സ് കേസിലിരിക്കുന്നവരും ഒക്കെ ആവാം. ആ വരണ്ട ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം. കാരണം എന്നെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്നൊരു യു ടേൺ വരികയാണെങ്കിൽ ഈശോയിലും അമ്മയിലേക്കും തിരിഞ്ഞ് ഒരാത്മീയ വിശുദ്ധിയുള്ള ഒരു ജീവിതമാർഗം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉടമ്പടി തീഷ്ണതയുടെ വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ഈശോയും അമ്മയും പുതിയ വാതിൽ, പുതിയ ജീവിതം, പുതിയ വിശ്വാസത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയും നല്ലൊരു ജീവിതമാർഗം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നപ്പോൾ, ഉടമ്പടിയിലെ നിബന്ധന അനുസരിച്ച് പാലിച്ചപ്പോൾ ഈ മകന് ഒരു പുതിയ ജീവിതമാണ് ഈശോയും അമ്മയും കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ വിശ്വസിച്ച് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൃപയുടെ വൃഷ്ടി നൽകുവാനായിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെയുമല്ല, സഹോദരങ്ങളുമായിട്ട് 2 ഫാമിലികളുമായിട്ട് രമ്യതയിലല്ലായിരുന്നു വിവാഹത്തിന് മുമ്പ്. പക്ഷെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടിയിൽ വന്ന ഒരു വലിയൊരു മാറ്റമാണ് സഹോദരങ്ങളുമായി രമ്യപ്പെടാൻ സാധിക്കുകയും സ്നേഹത്തോടെ സഹോദരങ്ങളുടെ കൂടെ ഒന്നിച്ച് രമ്യതയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തിൽ കൂടുതൽ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളാണിപ്പോൾ. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വരണ്ട ദിനങ്ങൾ സമർപ്പിക്കാം. ആ വരണ്ട ദിനങ്ങളിൽ ശരത്കാല വൃഷ്ടിക്കായി നമുക്കും കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ മഴയ്ക്കായി, ആ വൃഷ്ടിക്കായി കാത്തിരിക്കാം. ബിനോയ്ക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ എത്തിച്ചതിന് മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 17-നാണ്. ആദ്യം എൻ്റെ പേര് രാഗി എന്നാണ്. ഇതെൻ്റെ ഭർത്താവ് സുനിൽ, മകൾ വൈഷ്ണവി. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ നിന്നാണ് വരുന്നത്. ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 17-നാണ്. അപ്പോൾ അമ്മ മാതാവിനെ കുറിച്ച് അറിയാനുണ്ടായ ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണ് നമ്മളോട് മാതാവിനെക്കുറിച്ച് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായ ചില ഓഫീസിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് മാനസികമായി ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങി ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, തെറ്റ് ചെയ്യാതെ ചില തെറ്റുകൾ എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടപ്പോൾ ജോലി ചെയ്യാൻ എനിക്കിനി കഴിയില്ല
എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയും ഞാൻ ജോലി രാജിക്കത്ത് വരെ എഴുതി ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ കഴിയില്ല, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. മാനസികമായി ചെയ്യാതെ തെറ്റ് ആരോപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം, ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണമില്ല, ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ ഇദ്ദേഹവും വളരെയധികം വിഷമിച്ചു. അപ്പോൾ മക്കളും ഹസ്ബൻഡും ഒക്കെ ആ ഒരു വിഷമത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് എങ്ങനെയെങ്കിലും അങ്ങ് ചത്താൽ മതി, മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല, ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പ്രശ്നത്തെയും നേരിടാൻ അത്യാവശ്യം എനിക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരാളെ കാണുമ്പോഴത്തേക്കും അവരെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും സങ്കടം വരിക, അവരോട് സംസാരിക്കാൻ കഴിയുന്നില്ല, കണ്ണ് നിറഞ്ഞൊഴുകുക. അപ്പോൾ അതൊരു എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. ആ ഒരു അവസ്ഥയിലാണ് ചേച്ചി പറയുന്നത്, ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇയാളൊന്ന് അവിടെ പോയിക്കോ, ഇവിടെ നിന്ന് വന്നോ എന്ന് പറയുക. അപ്പോൾ ഞാനിവിടെ എന്താണ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വരാൻ വേണ്ടി റെഡി ആകുമ്പോൾ മോള് പറഞ്ഞു, അമ്മേ ഞാനും വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടിയാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇവിടെ വന്നിട്ട് ചേച്ചിയെ വിളിക്കുന്ന സമയത്ത് ചേച്ചിയാണ് എന്നോട് പറയുന്നത്, രാഗിക്കൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും അവിടെ നിന്ന് കിട്ടാൻ പോണത്, ഒന്നുമില്ല, അവിടെ പോയി ടോക്കൺ എടുത്തോ, ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തോ, ഒന്നും ആ ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞു തന്നു. ക്ലാസ്സിൽ വന്നിരുന്നു. അച്ഛൻ്റെ ക്ലാസ് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിയോഗങ്ങൾ എഴുതാനുള്ള ഇത് വന്നു. അപ്പോൾ ഞാൻ അതിൽ ആദ്യ നിയോഗമായിട്ട് എഴുതിയത്, ഒന്നാമതായിട്ട് എഴുതിയത് ഹസ്ബൻഡിൻ്റെ കാര്യം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പുറത്തൊരു വേദന വരുമായിരുന്നു. ഏകദേശം ഒരു 8-9 വർഷമായിട്ട് ആ പെയിൻ വരും. അപ്പോൾ നമ്മൾ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു നോക്കി, മംഗലാപുരം പോയി, എവിടെ എല്ലാ ടെസ്റ്റുകളും നടത്തും, ഒരു കുഴപ്പമില്ല. പക്ഷേ വേദന വരുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല, നെഞ്ചിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അദ്ദേഹം മാനസികമായിട്ട് ആകെ വിഷമവും, ഒന്നിലും ഇൻവോൾവ് ആവാതെ ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്കത് ഒരു മാനസിക പ്രയാസമുണ്ട്. ആദ്യം അതാണ് എനിക്ക് എഴുതാനായിട്ട് വന്നത്. അപ്പം ഞാൻ നിയോഗത്തിൽ ഒന്നാമതായിട്ട് അതാണ് എഴുതിയത്. അതിനുശേഷം രണ്ടാമത് എഴുതിയത്, അമ്മേ ഞാൻ എന്തായിരുന്നു, എന്നെ അതുപോലൊന്നും ആക്കി തരാവോ, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഞാൻ അത്യാവശ്യം പഴയ പോലെ എന്നിലേക്ക് എന്നെ ഒന്ന് കൊണ്ടു തരുമോ എന്നായിരുന്നു രണ്ടാമത് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അങ്ങനെ ഇവിടുന്ന് നിയോഗങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിച്ച് ഞാനും മകളും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞ പ്രകാരമൊക്കെ പ്രാർത്ഥിച്ച് ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി തുടങ്ങി. ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും എടുത്തില്ല, അതിന് മുന്നേക്ക് തന്നെ എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായി. എല്ലാം എൻ്റെ വിഷമങ്ങളൊക്കെ മാറി, എനിക്ക് വിഷമിക്കാൻ സമയമില്ലാണ്ടായി. കാരണം ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാൻ വയ്യാതെ ചെയ്യുന്നതല്ലേ, പ്രാർത്ഥനകളൊന്നും കൃത്യമായിട്ട് അറിയില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതിൻ്റെ രീതികൾ അറിയില്ല. എന്നാൽ ആവും വിധമൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ സംശയങ്ങൾ ചേച്ചിമാരോട് ചോദിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ധ്യാനത്തിൽ കണ്ട് ആ വേദനയുള്ള ഭാഗത്ത് ഇത് തടവി പ്രാർത്ഥിക്കുക. അത് കണ്ടുകൊണ്ട് തന്നെ അതുപോലെ ഇദ്ദേഹത്തിന് തൈലം തടവി പ്രാർത്ഥിച്ച് നെഞ്ചുരുകി പറഞ്ഞു, ഇനി ഈ വേദന വരുത്തല്ലേ, ഇത് സഹിക്കാൻ പറ്റുന്ന വേദനയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കാണുമ്പോൾ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ ഇന്ന് വരെ ഞാനത് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് ആ ഒരു ബാക്ക് പെയിൻ്റെ പ്രശ്നം, മുതുകിനുള്ള ആ വേദന പിന്നെ ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു, പിന്നെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിക്കത്തില്ലായിരുന്നു, എനിക്ക് ഭയമായിരുന്നു. അപ്പോൾ 2 വീലർ എടുക്കുമെങ്കിലും കാർ ഓടിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതും ഞാൻ അമ്മയോട് എൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഞാൻ ജോലിക്ക് പോയി തുടങ്ങി, എനിക്ക് മനപ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ കുറഞ്ഞു വന്നു. അപ്പം എനിക്ക് വണ്ടി ഓടിക്കണം, കാർ ഓടിച്ച് പോകണം എന്നുള്ളൊരാഗ്രഹത്തോടെ അപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവരും അത്ര ധൈര്യം എനിക്ക് തന്നിരുന്നില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ വണ്ടിയെടുത്ത് തനിയെ ഇറക്കി ഓഫീസിൽ കൊണ്ട് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഞാൻ അന്ന് മുതൽ എനിക്ക് ധൈര്യത്തോടെ അത് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റി. പിന്നെ എൻ്റെ മറ്റൊരു ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു ഇതായിരുന്നു, നമുക്കൊരു 10-15 വർഷമായിട്ട് ഒരു വീടും വസ്തുവും വിൽക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഈ ഉടമ്പടി ഉപ്പ് അവിടെ വീട്ടിലിട്ട് അവിടെ കിണറ്റിലിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത് വളരെ പെട്ടെന്ന് തന്നെ അത് കച്ചവടം ആയി. അത് എനിക്ക് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ കൂടാതെ എൻ്റെ മകൾക്ക് പിന്നെ ഈ SSLC ബോർഡ് എക്സാം ടൈമിൽ അവൾക്കൊരു ബാക്ക് പെയിൻ വന്നു, നോക്കി ഇരിക്കാൻ പറ്റുന്നില്ല. അധിക സമയം ഇരിക്കുമ്പോഴത്തേക്ക് നടുവേദന എടുത്തിട്ട് പ്രശ്നമായി. ട്യൂഷൻ ക്ലാസ്സിൽ സ്കൂളിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, എക്സാം അടുത്ത് വരികയാണ്. അപ്പം നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ ഇതെല്ലാം എടുത്തു, ടെസ്റ്റുകളെല്ലാം നടത്തി. അവർ കാരണം എന്താണെന്ന് ഇതും അവർ പറയുന്നില്ല, എന്ത് കാരണം കൊണ്ടാണ് ഈ പെയിൻ വരുന്നതെന്ന് അവർ പറയുന്നില്ല. കുഞ്ഞിനിരുന്ന് വായിക്കാനോ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്തിനാ ഇത് എൻ്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ
അവർ പറഞ്ഞു, പലരും പറഞ്ഞു മംഗലാപുരത്തേക്ക് റെഫർ ചെയ്തു, കൊണ്ടുപോകണം അങ്ങനെ പറഞ്ഞു. ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ച് എന്നും അവൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവളെ മാക്സിമം നമ്മൾ ഇത് എല്ലാം ഉടമ്പടി വസ്തുക്കളും അവൾ ഉപയോഗിച്ച് അവൾ സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവിടെ ആ വയ്യാതിരുന്ന സമയത്ത് ഞാനിവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അവൾ പരീക്ഷ എഴുതുമ്പോൾ അത് ഭയങ്കര മിടുക്കിയായൊരു അല്ല അവൾ, എന്നാലും അവൾ നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ പരീക്ഷ സമയത്ത് ഒന്നും വായിക്കാനോ റെഫർ ചെയ്യാനോ പറ്റാതെ, വിചാരിച്ച പോലെ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ പരീക്ഷ എഴുതുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ 90 എന്നൊരു നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവളോട് പറയുകയും ചെയ്യും, മോനെ നിനക്ക് 90% മാർക്ക് കിട്ടും, അമ്മ അത് തരും എന്ന്. എന്നിട്ട് ഇവൾ എക്സാമിന് പോകുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അവൾക്ക് ഇതെല്ലാം തടവി ഇതെല്ലാം ഉപയോഗിച്ച ശേഷമാണ് എക്സാമിന് വിടാറുള്ളൂ. അവൾക്ക് റിസൾട്ട് അറിഞ്ഞപ്പോൾ 90% മാർക്ക് തന്നെ അവൾക്ക് കിട്ടുകയുണ്ടായി. അത് എനിക്ക് അവൾ തന്നെ പറയും, അത് എന്താ പറയുക, അവളുടെ ഒരു കഴിവ് കൊണ്ടല്ല, അമ്മ തന്ന ബ്ലെസ്സിങ് തന്നെയാണ്. അത് വയ്യാഴികയിലും അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അവൾക്ക് നല്ലൊരു വിജയം കിട്ടി. പിന്നെ എന്ന് പറയുന്നത് ഇതായിട്ട് ഞാൻ ചെയ്യുന്നത്, പിന്നെ ഹസ്ബൻഡിൻ്റെ പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഓട്ടം ആർമിയിലുണ്ടായ സമയത്തും ക്രോസ് കൺട്രി മാരത്തോണൊക്കെ ഓടുന്ന ഒരാളാണ്. പക്ഷേ സമ്മാനങ്ങളും കിട്ടാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഏജ് ആയിട്ടുള്ള ഇതിലാണ് ചേരേണ്ടത്. ഇദ്ദേഹത്തിന് 56 വയസ്സുണ്ട്. 30 വയസ്സ് മുതലുള്ള ആൾക്കാർക്കൊപ്പം കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം വേണ്ട, ഇത്രയൊക്കെ ഏജ് ആയില്ല ഇനി അങ്ങനെ. പക്ഷേ ഇദ്ദേഹം അത് പോവുകയും പങ്കെടുത്ത് 1ാം സ്ഥാനം ആദ്യമായിട്ടാണ് ഫസ്റ്റ് പ്രൈസ് കൊച്ചിൻ നേവൽ ബേസിലെ ഇതിൽ ഓട്ടത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് അവിടുന്ന് വിളിച്ച ഉടനെ പറയുന്നതാണ്, ഇത് എൻ്റെ കഴിവല്ല, ഇത് അമ്മയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ഞാൻ 12 കിലോമീറ്റർ അപ്പോൾ 1ാമത് എത്തിയിട്ട് വിളിച്ച് പറയുന്നത്, ഇത് എൻ്റെ ഒരു കഴിവല്ല രാഗി, ഞാൻ ഓടുമ്പോഴത്തേക്കും ഞാൻ മുറുക്ക പിടിച്ച് അമ്മയെ വിളിച്ച് ഓടി നേടി ജയിച്ചെടുത്തതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനേകം ഇത് എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇനി ജീവിക്കണ്ട, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ലെന്ന് പ്രൂവ് ചെയ്യാതെ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൽ ഇനി അങ്ങ് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഞാൻ തിരിച്ച ജീവിതത്തിലേക്ക്, എൻ്റെ മക്കളുടെയും എൻ്റെ കടമകളിലേക്കൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഈ അമ്മ തന്നൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ ഞാനൊരു ഹിന്ദുമത വിശ്വാസങ്ങൾ വളർന്നു വന്ന ഒരാളാണ്. പക്ഷേ അപ്പോൾ എനിക്ക് പലപ്പോഴും സംശയമായിരുന്നു, ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ ചൊല്ലുന്നത്, ഈ പ്രാർത്ഥനകളൊക്കെ കൃത്യമായിരിക്കുമോ, ഇതിങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതൊക്കെ ശരിയാണെങ്കിലേ, ഞാൻ ചെയ്യണതിനകത്തൊന്നും മിസ്റ്റേക്കുകളൊന്നും ഇല്ലെങ്കിൽ എനിക്കൊരു അടയാളം തരുമോ? സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ടല്ലോ സുഗന്ധാഭിഷേകം കിട്ടി, അങ്ങനെ ഉണ്ട് എന്ന്, ഞങ്ങളും കൂടി ഒന്നത് അറിയിക്കുമോ, ഞങ്ങൾ ശരിയായ വഴിയിലാണെന്നൊന്ന് വിശ്വസിച്ചോട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം ആയിട്ടില്ല തോന്നുന്നു. അപ്പോഴേക്കും എനിക്ക് അമ്മയുടെ സുഗന്ധാഭിഷേകം നമുക്ക് 2 പേർക്കും അത് കിട്ടി. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ജപമാല റാലി, അമ്മയുടെ ജപമാല റാലിക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് റിസർവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ള ഒരാളുടെ ഒരു ലേഡിയുടെ ഒരു സീന പറഞ്ഞിട്ട് അവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെയും കൂടി കൂട്ടുമോ, എനിക്കും അതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, കൂടെ വരാനൊന്നും ആരും ഇല്ല എന്ന് പറഞ്ഞു. അതിനെന്താ ചേച്ചി കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞു. അവർക്കൊപ്പം വന്ന് ഞാൻ പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാണ്, അമ്മ അടുത്ത ജപമാല റാലിക്ക് മുമ്പ് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ തരുമെന്ന്, എനിക്ക് ആ വീടും വസ്തുവും ഒന്ന് ഇതാക്കി തരണേ, അത് ഇല്ലെങ്കിൽ ആർക്കും ഇല്ലാണ്ടേ പോകും, അത് നശിച്ചു പോകുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിച്ച് 2 മാസത്തിനകം തന്നെയാണ് എനിക്ക് അത് മാതാവ് ഇടപെട്ട് അത് നേടിത്തന്നത്, അത് നടപ്പിലാക്കി തന്നത്. അതുപോലെ എനിക്ക് ഇങ്ങനെ മാറാനും എൻ്റെ കുടുംബത്തിൽ ഇത്ര നല്ല നന്മകൾ കൊണ്ടുതന്ന അമ്മ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ഹസ്ബൻഡിന് ഇടയ്ക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായ സമയത്ത് അതേ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥത തോന്നിയ സമയത്ത് ഒന്ന് വെറുതെ പോയിട്ട് നോക്കിയാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ HbA1 എന്ന് പറഞ്ഞ സംഭവം അത് വളരെ കൂടുതലായിട്ട് കണ്ടു. അതൊരു 50 above ആണ് റിപ്പോർട്ടിൽ കാണിച്ചത്. അപ്പോൾ ആ ബ്ലഡ് റിപ്പോർട്ട് ബ്രദർ ഡോക്ടറാണ്, അവർക്ക് സെൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞു, ഇത് ഇങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും, ഇത് നേരത്തെ നമ്മൾ അറിഞ്ഞില്ലല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എന്തോ പ്രശ്നമുണ്ട്, ഇത്ര ലെവല് അധികമാണെങ്കിൽ പിന്നെ ഇപ്പോൾ അഡ്മിറ്റ് ആവേണ്ട സിറ്റുവേഷനിലാണ് മനോജ് ഉള്ളത്, അതുകൊണ്ടൊന്ന് പെട്ടെന്നത് നാളെ തന്നെ പോയിട്ട് അഗൈൻ ഒന്നും കൂടി ആ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നാളെ പോണതിന് മുന്നേ നമുക്ക് നമ്മുടെ നേർച്ചദ്രവ്യങ്ങളെല്ലാം തൈലവും ഉപ്പും എല്ലാം കൊടുത്ത്
പ്രാർത്ഥിച്ച്, സത്യം പറഞ്ഞാൽ മനസ്സൊരുക്കി അന്ന് രാത്രി പ്രാർത്ഥിച്ചത്. പിറ്റേ ദിവസം റിപ്പോർട്ട് അങ്ങനെ തന്നെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 5 പോയിൻ്റ് നോർമൽ, കറക്റ്റ് നോർമൽ റേഞ്ചിലാണ് ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ഇതൊക്കെ അമ്മ തരുന്ന അനുഗ്രഹങ്ങളല്ലേ. ഒറ്റ രാത്രി കൊണ്ടാണ് ആ റിപ്പോർട്ട്. അതിൻ്റെ കോപ്പി ഞാൻ ഇവിടെ വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളെ കൂടെ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കും, ഒന്നും നോക്കില്ല. അവിടെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമില്ല. അമ്മ എങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കും. അത് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇത് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം ഞാൻ കൊണ്ടുപോകുന്നത് ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് സത്യം പറഞ്ഞാൽ ഒരു പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്ത് തീർക്കാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ കളിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് പുഞ്ചക്കാട് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ഞായറാഴ്ച വേഗം കൊടുത്ത് തീർക്കുക ചെയ്തത്. പിന്നെയാണ് ഞാൻ അച്ഛൻ്റെ ഒരു ഇതിൽ ഞാൻ കേട്ടത്, നിങ്ങൾ അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണോ ഏത് ഇതിലാണോ ഇരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിന് ശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രം ഒരു ദിവസം കൊണ്ടൊന്നും കൊടുത്തു തീർക്കില്ല. ഒരു 6-7 പത്രം എടുത്ത് വെച്ച് അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഫീൽഡിൽ ഓരോ വീടുകളിലേക്കാണ് എനിക്ക് പോകേണ്ടി വരിക. കർഷകർ വിളിക്കുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോൾ അവർക്ക് കൊടുത്ത് അവരോട് പറഞ്ഞ് ഇതൊക്കെ കാണിച്ച് എനിക്കുണ്ടായ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞ് ഞാൻ ഈ പത്രം കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത് മറ്റേ എനിക്ക് ഓടി നടന്ന് ഞാൻ കൊടുത്ത് തീർക്കുമ്പോൾ എനിക്ക് കിട്ടാറില്ല. പക്ഷേ വളരെ സ്ലോലി എനിക്കിത് കൊടുത്ത് തീർക്കാൻ പറ്റാറുള്ളൂ. അങ്ങനെ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിലോ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അവർ അവിടെ അലോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ടൗണിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഞാനിങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ട്, ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള കൃത്യമായിട്ട് മാതാവ് ആർക്കാണോ നമ്മുടെ ഇത് കിട്ടേണ്ടത്. പിന്നെ മാതാവ് എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ നമ്മളിലേക്ക് എത്തേണ്ടാത്തത്, നമുക്ക് വേണ്ടാത്ത ഒരു ഇത് നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ആ വചനം അതിൽ ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റൂട്ട് അതിലുണ്ടാവും. അത് പ്രകാരം നമ്മളങ്ങ് പോയേച്ചാൽ മതി. അപ്പം നമുക്ക് വേണ്ടാത്ത ഒരു സൗഹൃദമാണെങ്കിലോ ഒരു വ്യക്തിയാണെങ്കിലോ അവർ നമ്മളിലേക്ക് എത്തൂല. അപ്പോൾ കറക്റ്റായിട്ട് മാതാവ് നമ്മുടെ നാവിൻ തുമ്പത്ത് വന്ന് പറയിക്കും, ഇത് നോ പറയേണ്ടതാണ്, അല്ലെ ഇത് നിങ്ങൾക്ക് വേണ്ടതല്ല എന്നുള്ളത്. അങ്ങനെ ശരിയായ വഴിയിലൂടെ തന്നെ അമ്മ കൈപിടിച്ച് നടത്തുന്നുണ്ട്. ഞാനിവിടെ ഈ അമ്മയുടെ അടുത്തേക്ക് എത്താൻ 44 വർഷം എടുത്തെങ്കിലും എൻ്റെ മക്കൾക്ക് ഇത്ര വേഗം എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് എത്തിക്കാൻ വേണ്ടി പറ്റി. അതന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ മക്കൾ അമ്മയെ അറിയുന്നുണ്ട്, മകനാണെങ്കിലും മകളാണെങ്കിലും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്നും തിരിച്ച് ഇതാക്കിക്കൊണ്ടല്ല. ഇവിടെ എത്താൻ എനിക്ക് കാരണക്കാരായ എൻ്റെ ചേച്ചിമാരോടും ഇവിടെ വന്നപ്പോൾ കാണുന്ന 10,000ങ്ങളോടും ഒക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ മുഖത്തോട്ട് നോക്കുമ്പോഴും എല്ലാവരും ആരൊക്കെയോ ആണെന്ന് തോന്നിപ്പോകുമോ, എവിടുന്നൊക്കെയോ വരുന്നവരാണ് നമ്മൾ. പക്ഷേ എല്ലാവരും നമ്മൾ സ്വന്തം പോലെ, അല്ലെങ്കിൽ എവിടേക്കാണ് വെക്കേഷന് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടത്തേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനത്തെ എൻ്റെ ഒരു സ്ഥലമായി മാറി ഇത്. കാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ പിന്നെ എനിക്ക് ഒരു വയസ്സായ അമ്മമാർ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്, സായി ഭവൻ്റെ. അവിടെ പോയി ആ അമ്മമാരോടൊപ്പം സമയം ചെലവിടും. അവരോടൊപ്പം അവർക്ക് ആവശ്യമുള്ളത് അവർ മരുന്നിൻ്റെ ചീട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവരുടെ വിചാരം ഞാൻ മൃഗങ്ങളെയാണ് നോക്കുന്നതെങ്കിലും അവരുടെ വിചാരം ആ ചീട്ടൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്ന. അപ്പോൾ എന്നിട്ട് ഓരോ മരുന്ന് ഇത് എന്തിനുള്ളതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കും അവർ. അങ്ങനെ കുറച്ച് അമ്മമാരുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എനിക്കൊരു ട്രാൻസ്ഫർ വേണമെന്നുള്ളത്. അത് പിന്നെ എനിക്ക് കിട്ടി. ഒരു ബഡ് സ്കൂളും അവിടെ ഒരു 10-70 മക്കളും ഉണ്ട്. അവിടെ ചെന്ന് ഇച്ചിരി നേരെ ഇരുന്നാൽ തന്നെ അവരോടൊപ്പം ഞാൻ കൂടാറുണ്ട്. അതെൻ്റെ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ അമ്മ മാതാവിനോട് എന്നും ഉള്ള എൻ്റെ ഒരു നന്ദി, തീർത്താ പറയാത്ത നന്ദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യ സമയത്തൊരു വിചാരം ഉണ്ടായിരുന്നു ഞാനെന്തോ ആണെന്നുള്ളത്. ഞാനെന്തോ ആണ്, എനിക്കെല്ലാം പറ്റും, ഞാൻ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കായിരുന്നുള്ളൂ. ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഇത് ഞാൻ കളഞ്ഞു. അതറിയാതെ ബൈ ബർത്ത് ചിലപ്പോൾ ഉണ്ടായി പോയതായിരിക്കും ഞാനെന്ന ഭാവേ. അത് എപ്പോൾ എടുത്ത് മാറ്റുന്നോ പിന്നെ നമ്മൾ എളിമപ്പെട്ട് തുടങ്ങും. വലിമ എന്ന് പറഞ്ഞ സാധനം കളയണം എന്ന് അച്ഛൻ പറയാറില്ലേ, അതിപ്പോൾ എനിക്കില്ല. അത് എപ്പോൾ എടുത്ത് കളഞ്ഞോ അപ്പം മുതൽ എൻ്റെ സ്ട്രെസ്സ് പോയി, ടെൻഷൻ പോയി. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും കൂട്ടുപിടിക്കാനും മിണ്ടുമ്പോൾ എല്ലാവരോടും മിണ്ടാറുണ്ടായിരുന്നില്ല. ദിവസം ഒരു 3 പുതിയ ആളെങ്കിലും ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. 3 പുതിയ ആൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അമ്മ മാതാവിനും ഈശോനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തും. യൂഥിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ.
അതെ, അവിടുത്തെ ഹിതം തന്നെ നിറവേറി. അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോട് കൂടിയവയുമാണ്. രാഗി, സുനിൽ ഇവർ രണ്ടുപേരും തൻ്റെ മകളോടൊപ്പം ഇവിടെ വന്ന് മകൻ ഇവിടെ പ്രസൻ്റ് അല്ലെങ്കിലും മകൻ്റെ സാമീപ്യവും ഈ അൾത്താരയിൽ അവർ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അങ്ങനെ കുടുംബം മുഴുവൻ ഇന്ന് അൾത്താരയിൽ ഒരു പ്രത്യക്ഷീകരണ സാക്ഷികളായി ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവരുടെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ജീവൻ മരണ കേസുകളാണ് നമ്മളിവിടെ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ചെറുതും വലുതുമായി ചെറുതായിട്ടുള്ള ഒരുപാട് ഇവിടെ വന്ന് ഒരു 10,000 ഒരു ദിവസം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ടെങ്കിൽ 9,000 പേർക്കെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അപ്പ് ചെയ്യുന്നില്ല, എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അൾത്താരയിൽ ഏറ്റു പറയുന്നില്ല. പരിശുദ്ധ അമ്മ ഈ കൈ ഉയർത്തി നിൽക്കുന്നത് നമ്മെ അനുഗ്രഹിക്കാനും നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോയോട് പറയുവാൻ വേണ്ടിയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന ഒരു വലിയ വാർണിംഗ് പരിശുദ്ധ അമ്മ നൽകിയപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയോട് പറയുകയാണ്, നീ രക്ഷകനാണ്, നിനക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അമ്മ ഈശോയോട് നമുക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാഗി വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറഞ്ഞത്, ജീവിതം അവസാനിപ്പിക്കാം, ഇതിലൊന്നും എനിക്കിനി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അങ്ങനെ സൂയിസൈഡ് ചിന്തിച്ച് നടക്കുന്ന അവസരത്തിലാണ് അമ്മ കൈപിടിച്ച് ഇങ്ങോട്ട് ഒരു സഹോദരി വഴിയായി ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. അതിലൂടെ കൈപിടിച്ച് ഉയർത്തിയ അമ്മയുടെ കരം പിടിച്ചാണ് ഇന്ന് രാഗി ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി ലോകത്തിലേക്ക് ഒരു ദിവസം 3 പേരോടെങ്കിലും പുതിയതായി ഞാൻ അമ്മയെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് രാഗിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യൻ രീതികളല്ല ടാറ്റു അടിച്ച് നാം പ്രത്യക്ഷത്തിൽ കാണിക്കുന്നത്. പക്ഷേ ഹൈന്ദവ മകളായ മകൾ പരിശുദ്ധ അമ്മയുടെ ടാറ്റു അടിച്ചുകൊണ്ട് മറ്റുള്ളവർ ചോദിക്കാൻ വേണ്ടിയാണ് ഇതാരാണ്, എന്താണ് നീ ഇങ്ങനെ ചെയ്തത്. അവിടെ ഒരു സംസാരിക്കാനുള്ള ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു അടയാളമായി ഇന്ന് പരിശുദ്ധ അമ്മയെ ശരീരത്തിൽ തന്നെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരടയാളം ഇന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. ഹസ്ബൻഡിനുണ്ട് 10 വർഷമായിട്ടുണ്ടായിരുന്ന മുതുകുവേദനയാണ് അവരുടെ ജീവിതത്തിലെ വലിയ അത്ഭുതമായി ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ. 10 വർഷമായിട്ടുള്ള ഒരു വലിയ സ്ട്രെസ്സും വേദനയും ഒക്കെ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ തൈലം പൂശി അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് ഞൊടിയിടയിൽ ഹസ്ബൻഡിന് സൗഖ്യമുണ്ടായി. 10 വർഷത്തെ വേദനയായിരുന്നു അദ്ദേഹം. നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും, കൂനിയായ ഒരു സ്ത്രീയെ ഈശോ തൊട്ടപ്പോൾ അവൾ നിവർന്നു നിന്നത്. അങ്ങനെ ഈശോയ്ക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം മതി നമ്മെ സൗഖ്യപ്പെടുത്താനായി. 15 വർഷമായിട്ടുണ്ടായിരുന്ന അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ട്, പക്ഷേ ഒരിക്കലും വാഹനം ഓടിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോഴുള്ള ധൈര്യം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇന്ന് രാഗി ഏറ്റുപറയുകയാണ്. 15 വർഷം കൊണ്ട് അവർക്ക് വീടും സ്ഥലവും വിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ അവരിവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് കൃത്യമായി അത് വിറ്റുപോകാനും അതിൻ്റെ സാധ്യതകൾ അവർ പറയുന്നു. മകളുടെ SSLC പഠനത്തെക്കുറിച്ച് രാഗിയുടെ ഏറ്റുപറയുകയുണ്ടായി. ഒട്ടും തന്നെ ജയിക്കുവാൻ സാധ്യത ഇല്ലാതിരുന്നു. പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ആ സമയത്ത് കൃത്യമായ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഈശോയുടെ അനുഗ്രഹം അവർക്ക് ആവശ്യമായത് അത് പ്രകടമാവുകയാണ്. മകളുടെ SSLC എക്സാമിൽ 90% മാർക്കുണ്ടാകുമെന്ന് അമ്മയ്ക്ക് രാഗിക്ക് കൃത്യമായി ഈശോ അറിയിപ്പ് നൽകിയിരുന്നു. അതനുസരിച്ച് മകൾ വലിയ 90% മാർക്കോടുകൂടി ഇന്ന് അൾത്താരയിൽ നിൽക്കുകയാണ്. ഹസ്ബൻഡിനെ കുറിച്ച് മറ്റൊരു വലിയ സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹം ഒരു ആർമി വ്യക്തിയാണ്, ഒരു സോൾജിയറാണ്. അദ്ദേഹത്തിന് ഓട്ടം ഒരു ഹരമാണ്. മാരത്തോൺ റേസിൽ അദ്ദേഹം ഒരുപാട് പങ്കെടുത്തിട്ടുള്ളതാണ്, ക്രോസ് കൺട്രി റേസൊക്കെ ആൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ 86-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അതുപോലെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് നമുക്കറിയാമെങ്കിലും ഞാനല്ല ഓടിയത്. അദ്ദേഹം ഇവിടെ പറയാൻ അദ്ദേഹത്തിന് ഒരു ട്രബിൾ ഉണ്ടായതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം അവിടെ സ്ഥിരീകരണ സമയത്ത് പറഞ്ഞത്, ഞാനല്ല ഓടിയത്, അമ്മയാണ്. കാരണം അമ്മ തിടുക്കമുള്ള വ്യക്തിയാണ്. അമ്മ ഈശോയെ സ്വീകരിച്ചപ്പോൾ തിടുക്കത്തിൽ യൂദാ മലഞ്ചെരുവിലേക്ക് എലിസബത്തിനെ സഹായിക്കാൻ ഓടിയെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിലൂടെ പോലും അദ്ദേഹം സാക്ഷ്യം ഏറ്റുപറയുകയാണ്, പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് ഓടിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സുഗന്ധാഭിഷേകത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ ഒരുപാട് അടയാളങ്ങളിലൂടെയും തിരിയിലെല്ലാം പരിശുദ്ധ അമ്മ അവർക്ക് ഈശോയുടെ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നു. രാഗിക്കും കുടുംബത്തിനും ലഭിച്ച പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് മീനു, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഫാമിലി.
ഞാൻ ആദ്യം 2 വർഷം മുന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റ് വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അസുഖമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 20 വർഷം മുന്നേ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആളുടെ അന്നനാളം ചുരുങ്ങുന്ന ഒരു അസുഖമായിരുന്നു. ആ അസുഖത്തിന് കീഹോൾ സർജറി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സർജറിയിൽ ഫെയിലിയർ കാരണം വാൽവ് മുറിഞ്ഞു പോവുകയും 2 ലങ്സിലേക്ക് വെള്ളം കയറി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. ഞങ്ങൾ 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ എൻ്റെ അമ്മയും കൂടെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയമായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സർജറി സമയത്ത്. എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ ചേച്ചി പഠിക്കുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി നമുക്ക് അമ്മ മരിച്ചു പോകുമെന്ന് വരെ പറഞ്ഞു. ഞങ്ങളന്നത് പള്ളിയിൽ വിളിച്ചു പറയുകയും ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ആ കുഞ്ഞുങ്ങളുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ആരും ഉണ്ടാവില്ല, അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് മുതലേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനുശേഷം ആ സർജറിയുടെ അനന്തരഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പിന്നീട് കുടൽ ചുരുങ്ങുന്ന ഒരു അസുഖം ഉണ്ടായി. അതായത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ചക്ക മാങ്ങ അങ്ങനെ ഫൈബർ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കുടലിൽ അത് ഒട്ടിപ്പിടിക്കും. അങ്ങനെ കുടൽ ബ്ലോക്കാവും, ഫുഡ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ പോകത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പം എൻ്റെ അമ്മ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ പേഷ്യൻ്റാണ്. അവിടുത്തെ ഗ്യാസ്ട്രോയിലെ ബിനോയ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അവിടെ പോയിട്ട് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ് മൂക്കിലോട് ട്യൂബ് ഇട്ടിട്ട് ആ ഫുഡ് വേസ്റ്റ് എല്ലാം നമ്മൾ വലിച്ചു കളയണം. വായിലോട് ട്യൂബ് ഇടാൻ പറ്റത്തില്ല, കാരണം ഫസ്റ്റ് ഓപ്പറേഷൻ്റെ ഫലമായിട്ട് അവിടുത്തെ നെർവും വെയിനും എല്ലാം സിക്സാഗ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്യൂബ് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ മൂക്കിലൂടെ മാത്രമേ ട്യൂബ് ഇട്ടിട്ട് ആ വേസ്റ്റ് കളയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 2-3 വർഷമായിട്ട് ഒരു 6 months ആകുമ്പോൾ അമ്മയ്ക്ക് വയറ് ബ്ലോക്കാവും, ഫുഡ് വേസ്റ്റ് അതിൽ കെട്ടിക്കിടക്കും, കുടലിൽ ബൗൾസ് മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് മോഷൻ പ്രശ്നമുണ്ട്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാ 6 മാസം കൂടുമ്പോഴും അമ്മയും കൊണ്ട് ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും വയറ് വയ്യാണ്ടാവുന്നത്. പിന്നെ ഞങ്ങളുടെ വീട് പിറവത്തുനിന്ന് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യണത്. എൻ്റെ മോള് ചെറുതാണ്, ഒരു 3 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ ഈ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ രാത്രി 12 മണിക്കൊക്കെ മെഡിക്കൽ ട്രസ്റ്റിൽ പോണത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ആൾക്ക് നാട്ടിലേക്ക് ഒരു ജോലി കിട്ടിയിട്ട് ആളും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സഹായമാവുമല്ലോ എന്ന്. പക്ഷേ ആൾക്ക് നാട്ടിൽ ജോലി കിട്ടും, പക്ഷേ ആൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയുണ്ട്, അല്ലെങ്കിൽ ആൾ ആഗ്രഹിക്കുന്ന 2-3 കമ്പനികളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി കിട്ടിയാലേ വരുവുള്ളൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം ആ സമയത്താണ് പിന്നെ ആ സമയത്ത് 2 വർഷം മുന്നേ ആണെങ്കിലും എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയയിലാണ്. ആൾക്ക് എൻ്റെ അമ്മേനെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് അവൾ അയർലൻഡിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് അവിടെ കൊണ്ടുപോയാൽ വിദേശ രാജ്യങ്ങളിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര പാടായതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു പേടിയായിരുന്നു. കാരണം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എക്സ്പെൻസ് നമുക്ക് താങ്ങാൻ പറ്റില്ല, 2 ഒരു കെയർ കിട്ടത്തില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സിസ്റ്ററോട് അങ്ങനെ പറയാനും പേടിയാണ്, അല്ലെങ്കിൽ വിഷമാണ്. അവൾ അത്ര ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കൊണ്ടുപോകണമെന്ന്. അപ്പം അയർലൻഡിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല. ഓസ്ട്രേലിയയിലായപ്പോഴും അവൾ ആഗ്രഹിച്ചു അമ്മയെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആദ്യം ടിക്കറ്റ് എടുത്തു എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അന്ന് നമുക്കൊന്നോ ഡോക്ടറെ പോയി കണ്ട് മരുന്നും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പം ഡോക്ടർ വയറ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ആ വയറ് വീർത്തായിരിക്കണത്, എൻഡോസ്കോപ്പി ചെയ്യണമെന്ന്. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് 5 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ഡിസംബറിൽ പിന്നെയും എൻ്റെ ചേച്ചി വന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഒരു 2 മാസം നിന്നിട്ട് മാക്സിമം 3 മാസം നിന്നിട്ട് തിരിച്ചു പോരണം, അതിലപ്പുറം നിൽക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അമ്മ കഴിഞ്ഞ ഡിസംബറിൽ പോയിട്ട് ഈ കഴിഞ്ഞ ഡിസംബറിലാണ് വന്നത്. ഓൾമോസ്റ്റ് 1 year എൻ്റെ അമ്മ അവിടെ നിന്നു വിത്തൗട്ട്. അപ്പോൾ അവിടെ എനിക്ക് പേടിയായിരുന്നു, എന്തെങ്കിലും അസുഖം വന്നാൽ എന്ത് ചെയ്യും. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. അപ്പോൾ അമ്മ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കെയർ കിട്ടുമെന്ന്. പക്ഷേ 1 year എൻ്റെ അമ്മ അവിടെ നിന്നിട്ട് ഒരു അസുഖവും കൂടാണ്ട് എൻ്റെ അമ്മ തിരിച്ചു വന്നു. ആൾ പോയിട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ ഹെൽത്ത് ബെറ്റർ ആയിട്ടാണ് വന്നത്. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാൻ വേണ്ടി. അപ്പം എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല. അതാണ് അപ്പം എൻ്റെ അമ്മയും കൊണ്ട് വന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് മാതാവ് ആഗ്രഹിച്ചു. ഇതാണ് എൻ്റെ അമ്മ. മാതാവിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ 6 മാസം അല്ലെങ്കിൽ 6 മാസം ആവണ്ട, അതിന് മുന്നേ തന്നെ ആളുടെ കുടൽ ചുരുങ്ങും, അങ്ങനെ ഫുഡ് ഫുള്ളാകും, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയി 3 മാസത്തിന് വേണ്ടി പോയതാണ്. അപ്പം എന്നെ ഓരോ ദിവസം വിളിച്ച് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പ്രോബ്ലം ഒന്നുമില്ലെന്ന് പറയും. അമ്മ അവിടെ ഇരുന്നിട്ട് മാതാവിൻ്റെ അമ്മയുടെ കയ്യിലും ഉണ്ട്
ഇവിടുത്തെ പ്രാർത്ഥന ബുക്കുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസനത്തിൽ വന്നിട്ട് എൻ്റെ മോളുടെ കൂടെ സാക്ഷ്യം പറയുമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എൻ്റെ അമ്മയും കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. രണ്ടാമത്തെ കേസ് എൻ്റെ ഹസ്ബൻഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൾക്ക് നാട്ടിൽ ഒരു ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ പേര് ആൻസൺ. മാതാവ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒത്തിരി സമയത്ത് ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും മാതാവിനോട് അപേക്ഷിക്കാറുമുണ്ട്. പലപ്പോഴും എനിക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാറില്ല. മാതാവിൻ്റെ അനുഗ്രഹം കാരണം സംഭവിക്കില്ലെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാറുണ്ട്. അതുപോലൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ബാംഗ്ലൂരായിരുന്നു ജോലി. അപ്പോൾ അവിടെ നിന്ന് നാട്ടിലെനിക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുടുംബപരമായിട്ട് വൈഫ് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുകയായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ അങ്ങനെ ഒരു ജോലി കിട്ടിയില്ലായിരുന്നു. പിന്നെ മാത്രമല്ല, ഹെൽത്ത് ഇഷ്യൂ കാരണം ഞാൻ അവിടെ കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് അവിടെ താമസിച്ച് എനിക്കവിടെ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആ സമയത്താണ് കറക്റ്റ് സമയമായപ്പോൾ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതം കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നു. എല്ലാത്തിനും എനിക്ക് മാതാവിന് നന്ദിയുണ്ട്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലാവുന്ന വിധം ഓർഫണേജുകൾ, സ്പെഷ്യലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ, പിന്നെ കൊച്ചുകുട്ടികൾ, നിർദ്ധരായ കുടുംബത്തിലെ കുട്ടികൾ, അവർക്കൊക്കെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്നാലാവുന്ന വിധം സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കൃപാസന പത്രം ഇവിടെ വന്ന് മൂന്ന് കെട്ട് പത്രം മേടിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ. അത് പ്രേക്ഷിത പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അത് വിതരണം ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് അറിയുന്ന പോലെ, എൻ്റെ അറിവ് പോലെ ഞാൻ മാതാവിനെക്കുറിച്ചുള്ള വിശ്വാസവും പ്രത്യാശയും ഞാൻ എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 1 തിരുവചനം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. മിനു എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടും അമ്മയോടും കുടുംബത്തോടും ഒപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് നൽകിയ സൗഖ്യവും സൗഭാഗ്യത്തിനും നന്ദി പറയാനാണ്. മിനുവിൻ്റെ വാക്കുകളിൽ ഇവിടെ വ്യക്തമാകുന്നത് അമ്മയുടെ അസുഖം വളരെ ക്രിട്ടിക്കലാണ്. ഒരു ഓപ്പറേഷനെ തുടർന്ന് കുടൽ ചുരുങ്ങിപ്പോകുന്ന ആ അസുഖത്തിന് അവർക്ക് പ്രതിവിധിയായി ചെയ്യാനുള്ളത് 6 മാസം കൂടുമ്പോൾ അവരുടെ വയറ്റിലുള്ള വേസ്റ്റ് ട്യൂബ് ഇട്ട് വലിച്ച് ക്ലീൻ ആക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ ജീവിതകാലം മുഴുവൻ ചെയ്യുക എന്നുള്ളൊരു അസ്വസ്ഥതയിൽ അവർ വളരെ കാലം ജീവിക്കുകയായിരുന്നു. ആ അസ്വസ്ഥതയിൽ നിന്ന് ഒരു മറുമരുന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. മിന്നു പ്രാർത്ഥിച്ച് ഇന്ന് അമ്മയ്ക്ക് എവിടെയും യാത്ര ചെയ്യാം, എവിടേക്കും പോകാം വരാം എന്നുള്ള ട്യൂബ് കൂടാതെ ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനുമുള്ള എല്ലാ അനുഗ്രഹവും സൗഖ്യവും നൽകി ഈശോ അനുഗ്രഹിച്ചതിനെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഇന്ന് ഈ കുടുംബം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ജോലിയിലുണ്ടായ ഒരു പ്രൊമോഷനെക്കുറിച്ചും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന കമ്പനിയിൽ തന്നെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത, അത് അദ്ദേഹം തന്നെ പറഞ്ഞത്, അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അവിടെ വരാനൊരു സാധ്യതയില്ലാതിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരു ജോബ് ഓഫർ അവിടെ വന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് അറിയാവുന്നതുപോലെ നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് ഉടമ്പടി പ്രാർത്ഥനാ പദ്ധതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആരൊക്കെയാണോ ഉടമ്പടിയിൽ കൃത്യമായി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കുന്നുവോ, ഈശോ നമ്മോട് ചേർന്ന് നിൽക്കും. നാം ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് 1000 സ്റ്റെപ്പ്, നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് പോലെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ 1000 തലമുറയെ അനുഗ്രഹിക്കുന്നു. 1000 വർഷമല്ല, 1000 തലമുറയെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ പണിഷ് ചെയ്യുമ്പോൾ 4 തലമുറ. പണിഷ്മെൻ്റ് ചുരുക്കമാണ്, അനുഗ്രഹം വളരെ വലുതാണ്. അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മിന്നുവിനും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത പ്രതിസന്ധികളെയും, വൈറസ് സംബന്ധമായ കുടൽ സംബന്ധമായ കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും, അതുപോലെ തന്നെ ജോലിയിൽ വിഷമിക്കുന്ന മക്കളെ ട്രാൻസ്ഫർ ലഭിക്കുവാനും പ്രൊമോഷൻ ലഭിക്കുവാനും കുടുംബത്തോടൊപ്പമായിരിക്കുവാനും എല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രവാസികളായി കഴിയുന്നവരെയും ഇവിടെയുള്ളവരെയും എല്ലാം നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി
ഞങ്ങളെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജി. ഞാൻ പാലാരൂപതയിലെ മൂന്നര ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മോള് ഡോണ മാത്യു. ആദ്യമായി തന്നെ എൻ്റെ മോള് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാവശ്യം റിസൾട്ട് വന്നു. ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് ഒത്തിരി പേരിൽ നിന്ന് ഞാൻ കൃപാസനത്തിലെ അമ്മയെപ്പറ്റി പറഞ്ഞു കേട്ടിരുന്നു. എനിക്കിവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പോരാൻ വഴിയറിയില്ല, വരാൻ കൂട്ടാരുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ദിവസം തപാലിലൂടെ നമ്മുടെ കൃപാസനം പത്രം ആരയച്ചെന്നറിയില്ല, എവിടെ നിന്ന് വന്നു എന്നറിയില്ല, എങ്കിലും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അഡ്രസ്സിൽ തന്നെ ഒരു കൃപാസനം പത്രം വന്നു. കൃപാസന പത്രം ഞാൻ മുഴുവൻ ഇരുന്ന് വായിച്ചു. ഞാൻ അപ്പോൾ തന്നെ ഓർത്തു, അമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്, അമ്മ എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, എനിക്ക് അവിടെ വരണമെന്ന് എൻ്റെ ആഗ്രഹം അമ്മ മനസ്സിലാക്കിയിട്ടാണ് അമ്മ എനിക്ക് ഈ പത്രം ഇവിടെ എത്തിച്ചു തന്നത്. ഉറപ്പായിട്ടും എനിക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ മൂത്ത മകളും കൂടെ അതിൽ നിന്ന് അഡ്രസ്സ് എടുത്ത് പലരോടായി ചോദിച്ച് മനസ്സിലാക്കി ഈ കൃപാസനത്തിൽ വന്നു. എൻ്റെ മൂത്ത മോളും ഞാനും ഉടമ്പടിയെടുത്തു. 2023 ഏപ്രിൽ 22 വന്ന് ഉടമ്പടിയെടുത്തു. അമ്മയോട് പ്രാർത്ഥിച്ച് തിരികെ പോയി. ആ ഉടമ്പടിയിലൂടെ എനിക്ക് എൻ്റെ മൂത്ത മോള് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള അവസരമുണ്ടായി. ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി. അതിൻ്റെ സാക്ഷ്യം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നു എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് ഞാനിവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് അമ്മ അവസരം തന്നു. എൻ്റെ ഈ മോള് +2 പഠിക്കുകയായിരുന്നു. ഒത്തിരിയേറെ പാടാണ് കുഞ്ഞിന് പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുന്നില്ല. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ എന്ത് എഴുതണമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കുഞ്ഞ്. പല ദിവസങ്ങളിൽ പരീക്ഷ എഴുതി കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. റിസൾട്ട് വരുമ്പോൾ മാർക്സിനൊക്കെ നന്നായിട്ട് മാർക്ക് കുറവാണ്. അപ്പം ഞാനും മൂത്ത മോളും ഉടമ്പടിയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ കുഞ്ഞിനെ വിളിച്ചിരുത്തി 5:30 തന്നെ പ്രാർത്ഥനയിൽ കൂട്ടും. അപ്പം കുഞ്ഞ് പറയും, എനിക്കും ഉടമ്പടി എടുക്കണം അമ്മേ, എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷെ 18 വയസ്സായിട്ടേ ഉടമ്പടി എടുക്കാൻ പറ്റുമെന്നൊരു നിബന്ധനയുള്ളത് കൊണ്ട് കുഞ്ഞ് ഞങ്ങളുടെ കൂടെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം +2 പരീക്ഷ എഴുതുവാനായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ +2 പഠിക്കുന്ന പിള്ളേരെ പ്രാർത്ഥിക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. കുഞ്ഞ് ഉടമ്പടിയെടുത്തു. ഉടമ്പടിയിൽ ആദ്യത്തെ നിബന്ധന വെച്ചത് അമ്മയോടാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ എനിക്കൊരടയാളം തന്ന് എന്നെ മുന്നോട്ട് നയിക്കണമേ എന്നാണ്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി പത്രിക കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എൻ്റെ കുഞ്ഞിന് അമ്മ മാതാവിനെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അമ്മ ആ നിമിഷം മുതൽ അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ വിശുദ്ധ തൈലം നെറ്റിയിൽ കുരിശ വരച്ച് പ്രാർത്ഥിച്ചാണ് കുഞ്ഞിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഉപ്പ് കയ്യിൽ കരുതി കൊണ്ടുപോയി ഓരോ നിമിഷവും പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് കുഞ്ഞ് പരീക്ഷ എഴുതാൻ തുടങ്ങുന്നത്. പരീക്ഷ എഴുതും, അറിയാവുന്നത് പോലെയൊക്കെ എഴുതും. അമ്മയെ എപ്പോഴും വിളിക്കും. ഒരു ആൻസർ അറിയത്തില്ലെങ്കിൽ അന്നേരം അമ്മയെ വിളിക്കും. അമ്മ എൻ്റെ കൂടെ നിൽക്കണമേ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എഴുതി വെക്കുകയാണെന്ന് പറയും. അങ്ങനെ കുഞ്ഞ് പരീക്ഷ കഴിഞ്ഞിറങ്ങി. പാടാണ്. പരീക്ഷയ്ക്ക് അങ്ങനെയാകുമെന്ന് ഭയങ്കര ടെൻഷനായി. മാത്സ് ഭയങ്കര പാടായി വന്നു. ഫിസിക്സും കെമിസ്ട്രിയും പാടായി വന്നു. എന്നിട്ടും കുഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകി. ഞാൻ എന്നോട് പറയുമ്പോഴൊക്കെ പറയാം, അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മ രക്ഷപ്പെടുത്തും. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ മാസം 22 റിസൾട്ട് വരുമെന്നറിയിച്ചു. അപ്പോൾ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, അമ്മയുടെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരടയാളമായി തരണമേ. 22 എന്നുള്ള റിസൾട്ട് വരുമെന്നുള്ളത് പിന്നീട് അത് 26 മാറ്റി. അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾക്ക് തോന്നി, അമ്മ അടയാളങ്ങളിലൂടെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണല്ലോ അമ്മേ. അമ്മ കൂടെ ഉണ്ടാകണമേ. അമ്മയുടെ കയ്യിലുള്ള റിസൾട്ട് ഞങ്ങൾക്ക് നല്ലതിനായി ഭവിപ്പിക്കണമേ. അമ്മ ഏതായാലും 26 അമ്മയുടെ പ്രത്യക്ഷീകരണ സമയം 2:30 മണി കഴിഞ്ഞ് റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. 3 മണിയായപ്പോൾ ഫുൾ A+ കൂടി എൻ്റെ കുഞ്ഞിനെ അമ്മ കൈപിടിച്ചുയർത്തി എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യമാണ്. രണ്ടാമതായി അതിനുവേണ്ടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി എൻ്റെ കുഞ്ഞിന് 4 വർഷമായിട്ട് ഛർദിലാണ്. ഏത് വകുപ്പിൽ വരുന്നു എന്ന് ഒരു തരത്തിലും അറിയാൻ പറ്റുന്നില്ല. പല ആശുപത്രികളിൽ കൊണ്ടുപോയി പല ഡോക്ടേഴ്സിനെ കാണിച്ചു. അവരെല്ലാ ടെസ്റ്റുകളും ചെയ്ത് സ്കാനിങ് നടത്തി. ഇതിലൂടെ ഒന്നും ഒരു കുഴപ്പവുമില്ല, കൊച്ചിൻ്റെ എല്ലാം നോർമലാണെന്ന് പറയുന്നു. എങ്കിലും അത് ഒരു മരുന്നും കൊടുക്കുന്നില്ല. ഗ്യാസിൻ്റെ ഗുളിക മാത്രം തന്ന് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. ഞങ്ങൾ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ആകുമ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ഛർദിയാണ്.
ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് സങ്കടമായി. ഞങ്ങളെന്നും വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും തേച്ച് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ മോള് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് അതും വെച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഈ മാർച്ച് 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിക്ക് വെച്ച നിയോഗമായിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുഞ്ഞ് ഒരു വാ പോലും ശ്രദ്ധിക്കാതെയാണ് കഴിയുന്നത്. അല്ലെങ്കിൽ സ്കൂളിൽ പല ദിവസങ്ങളിലും പോകാൻ പറ്റുന്നില്ല. രാവിലെ കേൾക്കുമ്പോൾ ഇച്ചിരി ഭക്ഷണം കഴിക്കും, അതപ്പോഴേ ശ്രദ്ധിച്ച് കുഞ്ഞിന് തളർച്ചയാണ്, പിന്നെ പോകാൻ പറ്റുന്നില്ല. ഇനി എല്ലാ ദിവസവും ക്ലാസ് മുടക്കണ്ടല്ലോ എന്നോർത്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉച്ചയാകുമ്പം ടീച്ചർ വിളിക്കും, മോൾക്ക് ഭയങ്കര ക്ഷീണമാണ്, അവൾക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, തലവേദനയാണ്, അവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുക. ഞാൻ ചെല്ലും, കൂട്ടിക്കൊണ്ടുവരും. വീട്ടിൽ വന്ന് 2 ദിവസം റെസ്റ്റ് എടുക്കും, വീണ്ടും സ്കൂളിലേക്ക് പറഞ്ഞു വിടും. വീണ്ടും ഒരാഴ്ചത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ പോകും. വീണ്ടും ഇത് തന്നെയായിരുന്നു. എന്നാൽ ഈ ഉടമ്പടി എടുത്ത നിയോഗം വെച്ച അമ്മയോട് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് വരെ ഒരു വാ പോലും ശ്രദ്ധിക്കാതെ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞ് പരീക്ഷ എഴുതുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയും ചെയ്തു. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ കുഞ്ഞിനെ പള്ളിയിൽ വേദപാഠത്തിന് കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഞാനൊരു സ്കൂട്ടറിനാണ് കൊണ്ടുവിടുന്നത്. തിരിച്ചു വന്ന വഴിക്ക് പള്ളി ഇച്ചിരി മുകളിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് തിരിച്ചു വന്ന വഴിക്ക് എൻ്റെ സ്കൂട്ടറിൻ്റെ ബ്രേക്ക് പോയി. ഒരു ബ്രേക്കല്ല, 2ാമത്തെ ബ്രേക്കും പൊട്ടിപ്പോയി. ആ ബ്രേക്ക് ആദ്യത്തെ ബ്രേക്ക് പൊട്ടിയതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കേബിൾ വന്ന് ചുറ്റി 2ാമത്തെ ബ്രേക്കും സ്റ്റക്കായിപ്പോയി. ഒരു തരത്തിലും വണ്ടി പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ഭയങ്കര ഇറക്കമാണ്. നേരെ വന്ന് മെയിൻ റോഡിലേക്കാണ് കയറുന്നത്. ഞാൻ ആദ്യം ഒന്ന് ഓർത്തു, ഞാൻ ആകെ പകച്ചുപോയി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എല്ലാവരും പിള്ളേരെ കൊണ്ട് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് കാരണവന്മാരൊക്കെ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. അവർക്കിട്ടിരിക്കുമോ, എൻ്റെ അവസ്ഥ എന്താകുമോ എന്ന് ഞാൻ ഒരു നിമിഷം വെച്ചു. അമ്മ എന്നെ കാത്തുകൊള്ളണമേ എന്ന് മാത്രം പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ എന്നെ അവിടെ അമ്മ പറഞ്ഞു, നീ ധൈര്യമായിട്ട് നേരെ തന്നെ പൊക്കോ, നീ അവിടെ ചെല്ലുമ്പോൾ ഒരു ഗേറ്റുണ്ട്, ആ ഗേറ്റിലേക്ക് നീ ചാടി പിടിച്ചു എന്ന്. ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട്, ഞാൻ 25 വർഷമായി അവിടെ കല്യാണം കഴിച്ചു വന്നിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ അവിടെ ഒരു ഗേറ്റ് കണ്ടിട്ടേ ഇല്ല. ഞാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു, എന്നാൽ പോലും ഞാൻ ആ ഗേറ്റ് അവിടെ കണ്ടിട്ടില്ല. പക്ഷേ എവിടെ നിന്ന് വന്നു എന്നറിയത്തില്ല. ഞാൻ നേരെ പോയി മെയിൻ റോഡ് ക്രോസ് ചെയ്താണ്. പല വണ്ടികൾ വരുന്നു. ഒരു കാറാണെങ്കിൽ വന്ന് തലനാരിഴയ്ക്ക് എന്നെ രക്ഷിച്ച മാതാവ്. ആ ഗേറ്റിൽ ഞാൻ പിടിച്ചു നിന്നു. എൻ്റെ വണ്ടി കറങ്ങിയടിച്ച് മെയിൻ റോഡിലേക്ക് പതിച്ചു. കണ്ടു നിന്നവർക്കെല്ലാം അതിശയമായി പോയി. ഇതെന്തൊരു അത്ഭുതമാണ്. ഈ അവസ്ഥയിൽ ഈ കൊച്ചു രക്ഷപ്പെട്ടത് വലിയൊരു ഭാഗ്യമായി തന്നെ കാണണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച ആ ഗേറ്റിൽ കൊണ്ട് നിർത്തിയതാണ്. എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. ഞാൻ കൈപിടിച്ച ആ ഗേറ്റിലേക്ക് പിടിച്ച് നിന്നു. വണ്ടി കറങ്ങിയടിച്ച് നിലത്ത് വീണെങ്കിലും എനിക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ മാതാവാണ് എന്നെ ആ കരങ്ങൾ നീട്ടി എന്നെ ആ ഗേറ്റിൽ എത്തിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റു ഒത്തിരിയേറെ ചെറിയ അനുഭവങ്ങൾ അമ്മയിലൂടെ എനിക്ക് എന്നാണേലും ഏത് നിമിഷം വേണേലും എപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയാലും അമ്മയുടെ രൂപത്തിന് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാതെ ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ എൻ്റെ ഭർത്താവോ ഇപ്പോൾ പുറത്തിറങ്ങാറില്ല. അങ്ങനെ ഉടമ്പടിക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വണ്ടിയിൽ ഞാൻ മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ കൊന്തയും എൻ്റെ കഴുത്തിൽ കാശുരൂപവും ഉണ്ടായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് ഞാൻ ഏത് നിമിഷവും ആ വണ്ടിയിൽ കയറുന്നത്. വണ്ടിയിൽ ഞാനൊരു കാശുരൂപം സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ട്. അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തി അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് കൃപാസനം പത്രം ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം 3 കെട്ട് പത്രം മേടിക്കും. ഞാൻ വീട്ടിൽ ചെന്ന് വിശുദ്ധ തൈലമെടുത്ത് കുരിശ് വരച്ച് അത് കൊണ്ടുപോയി ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും എനിക്കറിയാവുന്നവർക്കും അറിയാത്തവർക്കുമായി ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ ആ പത്രം വിതരണം ചെയ്യും. അതുപോലെ ഞാനൊരു കുഞ്ഞ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണേലും 1 കെട്ട് പത്രം ഞാൻ കൂടുതൽ എക്സ്ട്രാ വാങ്ങിക്കൊണ്ട് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കും. കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകും. എല്ലാവരോടും പറഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതാണ്, ഭയങ്കര അത്ഭുതമുള്ള മാതാവാണ് എന്ന് പറഞ്ഞ് എല്ലാവരോടും സാക്ഷ്യപ്പെടുത്തി ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പത്രം കൊടുപ്പിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ആ പത്രം എല്ലാവർക്കും, ഇനി എനിക്ക് വരാൻ പറ്റാത്ത ഒരവസരമുണ്ടെങ്കിലും ആരെങ്കിലും വന്നാൽ പോലും ഞാൻ അവരെ കൊണ്ട് പത്രം മേടിച്ച് എനിക്ക് പറ്റുന്നിടത്തോളം പത്രം ഞാൻ മാക്സിമം കയ്യിൽ കിട്ടുന്ന എല്ലാ പത്രങ്ങളും ഞാൻ എല്ലാവർക്കും സാക്ഷ്യം പറഞ്ഞ് കൊടുക്കാൻ ശ്രദ്ധിക്കും. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾക്ക് പാലായിൽ തന്നെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി എന്നെ പറ്റുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യും. ഞാനൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വരുന്ന പേഷ്യൻസിന് ഞാൻ ചെയ്യുന്ന എൻ്റെ ഡ്യൂട്ടിയുടെ ഉൾപ്പെടാതെ തന്നെ ഞാൻ അവർക്ക് എന്നെ പറ്റുന്ന സഹായങ്ങളും വേണ്ടുന്ന സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ വഴി സൈഡിലൊക്കെ ഇരിക്കുന്നവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എൻ്റെ ഭക്ഷണം എത്തിക്കണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞാൻ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. ഞാനും എൻ്റെ കുഞ്ഞിനെയും കൂട്ടും. ഞങ്ങൾ 2 പേരും കൂടെ പോയി
പൊതിച്ചോറ് വിതരണം ചെയ്യും. അതുപോലെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളൂ. ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു വർഷത്തിൽ 1-2 ദിവസം മാത്രമേ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാതിരിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിനും അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. ഇതിനു മുമ്പ് ഞാൻ ഓർത്ത വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് സമയമില്ല എന്നായിരുന്നു. പക്ഷേ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു, നിനക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്, നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെയും ഈ ഉടമ്പടിക്ക് ശേഷം വിശുദ്ധ കുർബാന പങ്കെടുക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല. പിന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന, ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ തിരക്കാണെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാലൊക്കെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആര് വന്നാലും എന്ത് വന്നാലും ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഒരിക്കലും മുടക്കാറില്ല. അത് വീട്ടിലുള്ള എല്ലാവരും വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കും. അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ഒരു ദിവസം പോലും ഇടപെടാതെ, എന്തെങ്കിലും ഒരു കാരണവശാൽ ചൊവ്വാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ബുധനാഴ്ച ആ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ്, എല്ലാ ദിവസവും 5 മണിക്കേറ്റ് ആദ്യം തന്നെ ഉടമ്പടി ഒന്നുകൂടി പുതുക്കി ഈ ഡെയിലി ബ്രെഡ് കൂടും. അതുപോലെ തന്നെ എല്ലാ ദിവസവും ജപമാല, ഞാൻ ഇത്ര എന്നില്ല, എനിക്ക് പറ്റുന്നിടത്തോളം ജപമാല ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്താണേലും ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് പറ്റുന്നിടത്തോളം ജപമാല ചൊല്ലി ഞാൻ മാതാവിന് സമർപ്പിക്കും. അതുപോലെ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന അരമണിക്കൂർ കണ്ടീഷനായിട്ട് ഞാൻ ഉറപ്പായിട്ടും അരമണിക്കൂർ ബൈബിൾ വായിക്കും. അരമണിക്കൂർ എന്ന സമയം നോക്കാതെ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് എന്നെ പറ്റുന്ന രീതിയിലെല്ലാം മാതാവിനും തിരുക്കുമാരും ഞാൻ സമർപ്പിക്കും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ മാതാവിനും വിശുദ്ധ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിന് എൻ്റെ പേര് ഡോണ മാത്യു. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2026 മാർച്ച് 3-ാം തീയതിയാണ്. ഞാൻ +2 പരീക്ഷയ്ക്ക് മുമ്പായിട്ടാണ് ഈ ഉടമ്പടി എടുത്തത്. എനിക്ക് +2-ൽ ഭയങ്കര പാടായിരുന്നു എല്ലാ വിഷയങ്ങളും പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് +2-ൽ നല്ല മാർക്ക് തന്നെ നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതിന് തെളിവായി എന്തെങ്കിലും എനിക്ക് കാണിച്ചു തരണമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു. ഉടമ്പടി എടുത്ത് താഴെ വന്നപ്പോൾ സിസ്റ്റർ എൻ്റെ കൈകളിലേക്ക് തന്നത് മാതാവിനെ തന്നെയാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പരീക്ഷ എളുപ്പമായി കിട്ടുമെന്ന്. ഞാൻ അങ്ങനെ വിശ്വസിച്ച് +2 പരീക്ഷ എഴുതാൻ പോയി. എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസമാനം ചൊല്ലിക്കൊണ്ടാണ് പോയിരുന്നത്. പിന്നെ കൈകളിൽ ഉപ്പും എടുത്താണ് പോയിരുന്നത്. അത് എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ എഴുതാൻ പോകുന്ന ആൻസർ ഷീറ്റിലുമാണ് ഇട്ട് വിശ്വാസമാനം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മെയ് 26-ാം തീയതി എനിക്ക് +2 നൽകി, +2-ന് +A+ നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 57-ാം വചനമാണ്. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുടെയും നടുവിൽ, ചിലപ്പോഴും ഉത്തരം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഞെരുക്കങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, തോറ്റുപോകുന്ന എന്ന് തോന്നുന്ന എന്ന അവസ്ഥകളിൽ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും അമ്മ നമ്മെ ആ ജയത്തിലേക്കാണ് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് വിജയം നൽകുന്നതെന്നും അവിടുത്തെ കൃപയിലാണ് നമ്മുടെ ശക്തി എന്നുമാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഉടമ്പടിയിൽ എല്ലാ ഉയർച്ചയും നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ് എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ബിജി മാത്യുവും മകൾ ഡോണ മാത്യുവും നമ്മളോട് ഷെയർ ചെയ്തത്. ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് എവിടെ നിന്നോ വന്ന ഒരു തപാൽ പത്രം, കൃപാസനം അമ്മയുടെ പത്രമാണ് ഇവരുടെ കയ്യിലേക്ക് എത്തിയത്. ആരയച്ചു, എവിടെ നിന്ന് അയച്ചു, എങ്ങനെ അയച്ചു എന്നറിയില്ല. ഇപ്പോഴും അതവർക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, അത് അമ്മയുടെ ഇടപെടലിലൂടെ മാത്രം കിട്ടിയ തപാലിൽ കൂടെ വന്ന ഒരു പത്രമാണ് കൃപാസനം പത്രം.
അമ്മ നേരിട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന ഒരു പ്രതീതിയാണ് ആ കൃപാസനം പത്രത്തിലൂടെ. അമ്മ തന്നെയാണ് ഇവിടെ കുടുംബത്തിലേക്ക് ചെന്നത്. അങ്ങനെ കൃപാസനം പത്രം വായിക്കുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലാണ് ഇവരെത്തിയത്. പിന്നീട് അങ്ങനെയാണ് അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരിയേറെ സംരക്ഷണം ഉണ്ടായിരുന്നു. എവിടെ പോയാലും എന്തിനു പോയാലും പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം. സ്കൂട്ടറിൻ്റെ ബ്രേക്കില്ലാതെ പോയ നിമിഷങ്ങളിലും ഉടമ്പടിയിലിരുന്ന ഈ മകളുടെ കാതിലേതൊരു ശബ്ദമാണ് ഗേറ്റിൽ പിടിക്ക് എന്ന് പറയുന്നത്. എപ്പോഴും ആ വഴിയിലൂടെ തന്നെ പല പ്രാവശ്യം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഏത് ഗേറ്റ് എന്ത് ഗേറ്റ് ഒന്നും അറിയില്ല. പക്ഷേ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. സ്കൂട്ടർ ബ്രേക്കില്ലാതെ പോയപ്പോഴും മെയിൻ റോഡിലേക്ക് പോവുകയാണ്, ഇറക്കമാണ്. ആ വഴിയിൽ കൂടെ ആ സ്കൂട്ടർ പോകുമ്പോഴും മനസ്സിലൊരു ശബ്ദമാണ് ഗേറ്റിൽ കയറി പിടിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് യാതൊരു ഓർമ്മയില്ല എവിടെയാണ് ഈ ഗേറ്റെന്ന്. പക്ഷേങ്കിൽ അങ്ങ് ചെന്നപ്പോഴാണ്, ഇറക്കത്തിലാണ് മനസ്സിലായത് ഏതോ ഒരു ഗേറ്റിൽ കയറി പിടിക്കുകയും വണ്ടി നേരിട്ട് പോവുകയും ഈ മകൾക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ ഈ മകൾക്ക് ഒരു വലിയൊരു സംരക്ഷണമാണ് ഈശോയും അമ്മയും കൊടുത്തത്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ് ഇവരെ എപ്പോഴും എവിടെയും സംരക്ഷിക്കുന്നത്. പിന്നീട് കൊച്ചുമകൾ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. അതായത് 16-ാം വയസ്സിൽ നമുക്ക് ഉടമ്പടി എടുക്കാമെന്നുള്ള ഒരു പുതിയ അറിവ് ലഭിക്കുകയും മകൾ വന്ന് ഉടമ്പടി എടുക്കുകയും +2 പരീക്ഷയ്ക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഫുൾ A+ നൽകിയാണ് ഈശോയും അമ്മയും മകൾ ഡോണയെ അനുഗ്രഹിച്ചത്. അതും ഈ മകൾ പറയുന്നത് പാസ്സാകാനായിട്ട് പ്രാർത്ഥിച്ച് ഒരു നല്ലൊരു അടയാളം അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു അടയാളവും ആഗ്രഹിച്ചു. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ പ്രദക്ഷിണത്തിന് വരുവാൻ സാധിച്ചു. അമ്മയെ കയ്യിലേന്തിയാണ് അമ്മയുടെ സന്നിധിയിലേക്ക് വരാൻ സാധിച്ച അതിലൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 4 വർഷത്തോളം നീണ്ടിരുന്ന ഒരു ഛർദി എന്ന രോഗമുണ്ടായിരുന്നു. പല ഹോസ്പിറ്റലിലും പോയി പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷെങ്കിൽ പ്രയോജനമൊന്നുമില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചത്. അവിടെയും ദൈവത്തിൻ്റെ കൃപയാലാണ് പൂർണ്ണമായിട്ടും ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചതെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ കുടുംബം ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആ അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിയമാവർത്തനം 4:7 പറയുന്നത് പോലെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളതെന്നാണ്. നാം ഇന്ന് ഏറ്റവും ശ്രേഷ്ഠ ജനതയാണ് ഉടമ്പടി മക്കൾ. കാരണം വിളിക്കുമ്പോൾ സമീപസ്ഥനാകുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നാം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആ ശ്രേഷ്ഠ ജനതയുടെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഓരോ മക്കളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ബിജിയും മകൾ ഡോണയും സാക്ഷ്യപ്പെടുത്തുന്നതും ആ ശ്രേഷ്ഠ ജനതയെന്ന ഉള്ള ഒരു ദൈവത്തിൻ്റെ അവകാശവും അനുഗ്രഹവുമാണ് ഇവിടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വഴി ഇവർക്ക് നൽകിയ ആ വിജയത്തിന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്നീ മക്കൾ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി കൂടുതൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാനും കൃപാസനം അമ്മയുടെ കരം പിടിച്ച് ദൈവത്തിൻ്റെ കൃപയിലൂടെ ആ വിജയം ആ ജയം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിജി മാത്യുവിനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് അലിൻഡ, ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ. അമ്മ ഞങ്ങൾ എടത്വ പച്ചയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് 27/6/2023 ഞാൻ ഉടമ്പടി എടുക്കാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 4 വർഷമായിട്ട് ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അമ്മ നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ നിനക്ക് ഉറപ്പായിട്ടും ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും 2 സ്ഥലത്തായിരുന്നു. ഞാൻ നാട്ടിലും ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന പഞ്ചാബിലും ആയിരുന്നു, ആർമി ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞങ്ങൾക്ക് 2 പേരും 2ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ആദ്യം തന്നെ ഉടമ്പടിയിൽ അതാണ് വെച്ചത്. ഒരുമിച്ച് ഞങ്ങൾക്ക് നിൽക്കാനും അതുവഴി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കാനും പ്രാർത്ഥിച്ചു. ആദ്യത്തെ നിയോഗം തന്നെ എനിക്ക് സാധിച്ചു കിട്ടി. എനിക്ക് ആദ്യം തന്നെ ആർമി ക്വാർട്ടേഴ്സ് കുറച്ച് പാടായിരുന്നു കിട്ടാനെങ്കിലും
പെട്ടെന്ന് റെഡിയായി 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചു. ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് 3 പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും 3 പ്രാവശ്യവും ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അബോർഷനായി പോവുകയായിരുന്നു. ഞാൻ ഒത്തിരി വിഷമിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് എന്താണ് കാരണമെന്ന് എനിക്കറിയില്ലായിരുന്നു. 3 പ്രാവശ്യവും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും, ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും തൈലം വയറ്റിൽ പുരട്ടി ഞങ്ങൾ 2 പേരും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്താണ് കാരണമെന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടിയിരുന്നത്. കാരണം 3 പ്രാവശ്യവും ഇങ്ങനെ പോകുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് അതാണ് ആദ്യം പ്രാർത്ഥിച്ചത്. ഉടമ്പടി ഞാൻ വന്നതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നപ്പോൾ പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം. അതിന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്ക് കാർഡിയോലിപ്പിൻ പോസിറ്റീവാണ്, ആൻറ്റി കാർഡിയോലിപ്പിൻ. അതുകൊണ്ടാണ് ഇങ്ങനെ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് പോകുന്നതെന്ന് അറിയാൻ സാധിച്ചു. എന്നാലും എനിക്ക് ഉറപ്പില്ലായിരുന്നു ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന്. കാരണം 3 പ്രാവശ്യം ഓൾറെഡി പോയതായതുകൊണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. അവിടെ പഞ്ചാബിൽ വെച്ച് തന്നെ ഞാൻ വീണ്ടും 1 മാസത്തിനുള്ളിൽ തന്നെ കൺസീവായി. എനിക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി. അപ്പോൾ ആ ടൈമിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഡെലിവറി 8.5 മാസത്തിലായിരുന്നു. ആ ടൈമിൽ ഒത്തിരി കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഒരു മകളെ ഞങ്ങൾക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു. മാതാവ് തന്ന കുഞ്ഞായതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഞങ്ങൾ കൃപാ മരിയ എന്നുള്ള പേരാണ് നൽകിയത്. നോട്ട് ബൈ ബെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് അച്ഛനെന്നും പറയുന്നത് പോലെ എനിക്കങ്ങനെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉടമ്പടി തൈലവും ഉപ്പും ഞങ്ങൾ നിരന്തരം ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ തൈലം ഞാനാണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള 1-2 ഫാമിലീസ് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ വിശ്വാസത്തിലുള്ളവരല്ല. അവർക്ക് അറിയില്ല, കൃപാസന മാതാവിനെ പോലും അറിയാത്ത ആളുകളാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഞാൻ തൈലം കൊടുക്കുമായിരുന്നു. അവർ അതുപോലെ എന്നെപ്പോലെ തന്നെ തൈലം പൂശി പ്രാർത്ഥിച്ചു. അവർക്കും കുഞ്ഞുങ്ങളുണ്ടായി. അതുപോലെ വേറെ എൻ്റെ 1-2 ചേച്ചിമാർക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞുണ്ടായതിന് ശേഷം ഇപ്പോൾ അവരും പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ സാധിച്ചു. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിന് 1000 നന്ദി മാതാവിനും ഈശോയ്ക്കും പറയുന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആദ്യമൊന്നും നടക്കുന്നില്ലായിരുന്നു, അതും നടത്തി തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ രോഗസൗഖ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് ദിവസം NICUവിൽ കിടക്കുമായിരുന്നു, ബിലിറൂബിൻ കൂടിയിട്ട്. അപ്പോൾ ആ സമയത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ എനിക്ക് കിട്ടണമെന്ന്. അതും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജായി, കുഴപ്പമൊന്നും കൂടാതെ കുഞ്ഞിനെ ലഭിച്ചു. കുഞ്ഞുണ്ടായി 1.5 മാസത്തിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിനാണെങ്കിൽ പാല് നിറുകെ പോയിട്ട് 1-2 വട്ടം കുഞ്ഞിനെ ശ്വാസമൊന്നും കിട്ടാതെ ആശുപത്രി കൊണ്ടുപോയി. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറഞ്ഞോളാന്ന്. അങ്ങനെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ തന്നെ ലഭിച്ചു. സഹോദരങ്ങൾ തമ്മിൽ ചില രമ്യത കുറവുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഞാൻ പ്രാർത്ഥിച്ചു. അതെല്ലാം നന്നായി നടന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്കും എല്ലാം നന്നായിട്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നടക്കാനും സാധിച്ചതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. അമ്മയ്ക്ക് ഈ ആൾക്കാരെ ഒന്ന് നിൽക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ആ സമയത്ത് പത്രം കൊണ്ടുപോയി അന്ന് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പോയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിലെല്ലാം കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്കറിയാവുന്നവർക്കും അല്ലാതെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ അവിടെ പഞ്ചാബിലായിരുന്ന സമയത്തും അവിടെ ഉള്ള മലയാളി ഫാമിലികളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ പഞ്ചാബിലായിരുന്ന സമയത്ത് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പുറത്തുള്ള ഫുഡ് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലും രോഗികളായിട്ടുള്ളവർ ആരെങ്കിലും പറഞ്ഞറിയുവാണെങ്കിൽ പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ധനസഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അനാഥ മന്ദിരങ്ങളിൽ ചില അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ ഉള്ളവർക്കും വേണ്ട വസ്തുക്കളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആത്മീയ ജീവിതം ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്ന സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കൊന്ത ഞാൻ ഡെയിലി എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അതുപോലെ ഡെയിലി ബ്രെഡ് ദിവസവും കൂടും. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും മുടങ്ങാതെ ചൊവ്വാഴ്ചകളിൽ കൂടുന്നുണ്ടായിരുന്നു.
പിന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ചായിരുന്ന സമയത്ത് മുടക്കം കൂടാതെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഒരുമിച്ച് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയിൽ അവിടെ ആയിരുന്ന സമയത്ത് ഒരുമിച്ച് ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ അവിടെ ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ ഞങ്ങളെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർത്തതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ഇനിയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വീണ്ടും ഞങ്ങൾ ജീവിക്കാനായിട്ട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ 3-4 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2:5 കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുക എന്നതാണ്. അന്നും ഇന്നും പരിശുദ്ധ അമ്മ അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇന്നത്തെ ഉടമ്പടിയിലും അമ്മ ആഗ്രഹിക്കുന്നത് വചനത്തിലനുസൃതമായ ഉടമ്പടിയിലെ നിബന്ധനകളനുസരിച്ചുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും അമ്മ നമ്മെ ക്ഷണിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് അസാധ്യങ്ങളില്ല. നമ്മുടെ നിയോഗങ്ങളിൽ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് ഓർപ്പിക്കാറുണ്ട്, നിയോഗത്തിൽ നിങ്ങൾ അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തോട് നിങ്ങൾ നിയോഗങ്ങളായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ്. അങ്ങനെയാണ് അലിൻഡ ആൻഡപ്പൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളായില്ല. 3 പ്രാവശ്യമാണ് അബോർഷനായത്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യവും അബോർഷനായി പോയപ്പോൾ ഈ മകള് നിയോഗമായി ഈശോയുടെ സന്നിധിയിൽ വെച്ചത് എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമെന്നാണ്. അങ്ങനെയാണ് ആൻറ്റി കാർഡിയോളിക് ലിപ്പിൻ പോസിറ്റീവ് എന്ന രോഗം കണ്ടുപിടിക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സഹായം ഈശോയും അമ്മയും ഒരു വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ മകൾ കൺസീവ് ആയത്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഒരു വലിയ അനുഗ്രഹവും അമ്മയുടെ ഒരു മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുന്നത്. കാരണം 3 പ്രാവശ്യം അബോർഷനായത് അസാധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ്. ഇനി നടക്കുമോ ഇല്ലയോ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്നത് പോലെ ആ തളർന്ന നിമിഷങ്ങളിൽ എന്ത് ചെയ്യാനാവുമെന്ന് ആ നിമിഷങ്ങളിൽ വിചാരിച്ചപ്പോഴാണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കിനി ഒരു മെറിറ്റുമില്ല. കാരണം മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, പക്ഷേങ്കിൽ 3 പ്രാവശ്യം അബോർഷൻ ആവുകയാണ്. അപ്പം ഇവിടെ നമുക്ക് മെറിറ്റില്ല. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് ഉടമ്പടിയിലുള്ളത്. പിന്നെ ഉടമ്പടി എടുത്ത് ഉടനെ 1 മാസം കൊണ്ട് കൺസീവ് ആണെങ്കിൽ അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസന അമ്മ. 2-3 പ്രാവശ്യം അബോർഷനായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതിൽ ഇടപെടുകയും ഇവരുടെ കുടുംബകാര്യങ്ങളിൽ ഇവരുടെ കുടുംബത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ് അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചതിൻ്റെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ ഇടപെടലിലൂടെ കൃപാസന അമ്മയുടെ ഇടപെടലിലൂടെയാണ് 4 വർഷം കഴിഞ്ഞ് ഈ കുഞ്ഞുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അതും ഇവർ ആഗ്രഹിച്ച പ്രകാരം തന്നെ അമ്മയുടെ മാസം തന്നെ തരണമെന്നാണ് മക്കൾ പ്രാർത്ഥിച്ചത്. ഒക്ടോബർ 1-ാം തീയതിയാണ് ഈ കുഞ്ഞ് ജനിച്ചത്. ഈ കുഞ്ഞിന് കൃപാ മരിയ എന്ന പേര്, അതായത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വഴി ഈശോയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ കുഞ്ഞിന് കൃപാ മരിയ എന്ന പേര് നൽകി അനുഗ്രഹിച്ചത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കുഞ്ഞുമായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ കുടുംബം ഇന്ന് വന്നിരിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സഞ്ചാരി മാതാവാണ് കൃപാസന അമ്മ. ആ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ അമ്മ. കൃപാ മരിയ എന്ന പേര് മകൾക്ക് കൊടുത്തതും അമ്മയോടുള്ള സ്നേഹം കൊണ്ടും അമ്മയോടുള്ള കൃതജ്ഞത കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ടാണ് കൃപാ മരിയ എന്ന പേര് നൽകിയത്. ഇവിടെ നമ്മുടെ ജീവിതത്തിലും അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്ക് വിശ്വസിക്കാം. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്.
ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. വൈകിയാലും ദൈവം വാഗ്ദാനത്തെ നിറവേറ്റുന്ന ഒരു ദൈവമാണ്. കൃപാസന മരിയൻ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതവും മുന്നോട്ട് നയിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹവും അനുഗ്രഹവും ലഭിക്കുവാൻ, അനുഭവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അലിൻഡ ആൻ്റപ്പനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.